കോവിഡ് തുടങ്ങിയപ്പോൾ നാം മാസ്കിലൂടെയാണ് ജീവിതം ആരംഭിച്ചത്. കോവിഡ് അവസാനിക്കുമ്പോൾ എപ്പോഴായിരിക്കും നമുക്ക് മാസ്ക് മാറ്റാൻ പറ്റുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ഒരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരാദ്യത്തെ ഡിസ്കഷൻ എന്ന് വേണം പറയാൻ കേരളത്തിൽ മ്യൂസിയം ആർട്സ് സയൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഡോക്ടർ സജീഷ് ജിയെ ക്ഷണിച്ചോളൂ. താങ്ക് യു. Thank you, Ajit. Welcome our invited eminent panelist, Dr. Thomas Matthew. Dr. Thomas Matthew ഇപ്പോൾ ഒരു മിനിസ്റ്റർ മീറ്റിംഗിൽ ഇരിക്കുകയാണ്. സാറ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും. ഡോക്ടർ രാജീവ് ജയദേവൻ, പ്രൊഫസർ ദീപു ഫിലിപ്പ്, മറ്റ് എല്ലാ പ്രേക്ഷകർക്കും സൂമിലും FBയിലും നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മാസ്ക് മാറ്റാറാകും. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മളിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് ഇങ്ങനൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ സുഹൃത്തുബന്ധങ്ങളിലുള്ളവരും എല്ലാവരും പറഞ്ഞു ചോദിക്കുകയാണ്, വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും കുറിച്ചൊരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ? പോസിറ്റീവായ അഭിപ്രായങ്ങൾ, കാരണം മാറ്റണം എന്ന് പറയുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പലരും ചോദിക്കുന്നത്. പിന്നെ ഇപ്പൊ തന്നെ സജീവമായി മീഡിയകളിലെല്ലാം ചർച്ചയാവുകയും ചെയ്തു. പ്രത്യേകിച്ച് പലരും ചൂണ്ടിക്കാണിച്ച പോലെ ഈ ചൂട്, ഇത്രയും വലിയ ചൂട്, അസഹനീയമായ ചൂടുള്ള അവസരങ്ങളിൽ മാസ്ക് ഒന്ന് ഒഴിവാക്കിക്കൂടെ? കാരണം ജനങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം 2 കൊല്ലമായിട്ട് കോവിഡിന്റെ എല്ലാവിധ മോശം വശങ്ങളും കടന്നുപോയി. ഇപ്പോൾ ഒരു നോർമൽ സ്വാഭാവികമായ ഒരു പഴയ രീതിയിലേക്ക്, 2 വർഷത്തിന് മുമ്പുള്ള രീതിയിലേക്ക് നമ്മൾ എത്തി എന്നൊരു തോന്നലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ തോന്നാൻ കഴിയും. മ്യൂസിയം ആർട്സ് സയൻസിന്റെ ഞങ്ങൾ ഈ കോവിഡിനെ ബന്ധപ്പെട്ട 20-25 പുറത്തോളം വെബിനാറുകളും മറ്റ് ഡിസ്കഷനുകളും ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം കാലത്ത് കഴിഞ്ഞ 2020 ഏപ്രിൽ മെയ്യിൽ മുംബൈയിലെ ഒരു മുംബൈ കേരള കോവിഡ് മിഷനിലെ ഭാഗമായിട്ട് ഞാനും ഡോക്ടർ സന്തോഷമൊക്കെ പോയിട്ട് തിരിച്ചു വന്ന അന്ന് മുതൽ ഞങ്ങൾ സജീവമായി കോവിഡിന്റെ ഓരോ ഘട്ടങ്ങളിലും വെബിനാറുകളും മറ്റ് ഡിസ്കഷനുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും ടെലിമെഡിസിൻ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുക. അപ്പോൾ അതിൽ അവസാനമായിട്ട് നമ്മളിപ്പോൾ കോവിഡിന്റെ ഒരു അവസാനത്തിൽ എത്തിയോ എന്ന ജനങ്ങളുടെ ഒരു ആശങ്കയിൽ മാസ്ക് ഇതിനെ കുറിച്ചുള്ള നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള നമ്മളുടെ മെഡിക്കൽ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം കൂടുതലായിട്ടും നമ്മൾ പ്രധാനമായി ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോവിഡ്, ഇന്നിപ്പോൾ കോവിഡിന്റെ അവസ്ഥ എന്താണ്? ലോകത്തിൽ മുഴുവനും, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും കോവിഡ് എന്ന് നമ്മൾ കരുതുന്ന പോലെ കോവിഡ് പൂർണ്ണമായും മാറിക്കഴിഞ്ഞോ, അതോ കോവിഡ് ഇനിയും പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടോ? ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആയിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നതാണോ? അത് ഇനിയും വീണ്ടും ഒരു 4ാം തരംഗത്തിന് സാധ്യതയുണ്ടോ? ഇതൊരു സൈക്ലിക്കൽ ട്രെൻഡ്, ഒരു ചക്രികമായ രീതിയിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുമോ? നമ്മൾ അതുമായിട്ട് എങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ മാസ്കുമായി ബന്ധപ്പെട്ടതായിട്ട് അധികമായിട്ട് കിടക്കുന്നില്ല. എന്നാൽ പോലും ഒരു ലേറ്റസ്റ്റ് കോവിഡ് കൊണ്ട് ഏറ്റവും ഏറ്റവും നൂതനമായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ലോകം മുഴുവൻ ഇന്ത്യയിലുള്ളതിനെ കുറിച്ച് നമ്മളത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാം. ഓരോ വ്യക്തികൾക്കും ഔദ്യോഗികമായി ഗവൺമെന്റുകൾ തീരുമാനം എടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ മീറ്റിംഗ് കഴിയുമ്പോൾ ഗവൺമെന്റിന് ഞങ്ങളുടെ ഒരു റെക്കമെൻഡേഷനായിട്ട് സജഷൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. പലതും ഗവൺമെന്റ് അംഗീകരിക്കാറുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനുശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഇങ്ങനൊരു ഡിസ്കഷന് ഭാഗമായി എന്താണ് നമ്മൾ എന്നുള്ളത്. അപ്പം ഔദ്യോഗികമായി പല തീരുമാനങ്ങൾ വരും. പക്ഷെ വ്യക്തികൾ നമ്മൾ കോവിഡിനെ എങ്ങനെ കണ്ടിരിക്കണം എന്നുള്ളതും, മാസ്ക് ഇപ്പൊ ലോകത്ത് മാസ്കിന്റെ അവസ്ഥ എന്ത്? രണ്ടാമത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാസ്ക് ഇപ്പൊ ലോകത്ത് എങ്ങനെയാണ്? സത്യത്തിൽ പല രാജ്യങ്ങളിലും മാസ്ക് പൂർണ്ണമായി പിൻവലിച്ചു കഴിഞ്ഞു. UK അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലെ മാസ്ക് മാറ്റി സാധാരണ ജീവിതത്തിലോട്ട് കടന്നു വന്നു. അതിന്റെ ഭാഗമായി ചില പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ലോകത്തിലും പൊതുവെ ഇന്ത്യയിലും മറ്റും മാസ്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവാരം മാസ്കിന്റെ? പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. പൊതുജനം
കാരണം നമുക്ക് എങ്ങനെയാണ് ഈ മാസ്കിനെ ഒന്ന് മിതപ്പെടുത്തി ഉപയോഗപ്പെടുത്താം, എവിടെയൊക്കെ നമുക്ക് മാസ്ക് ഒഴിവാക്കാൻ പറ്റും, മാസ്കിനെ എങ്ങനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കുന്ന ഒരു മാസ്ക് ധരിക്കണമോ, അതിന് വരെ നമ്മൾ ഒരു നിയമപരമായി തന്നെ ശിക്ഷയൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകണമോ, അങ്ങനെയുള്ള മാസ്കിന്റെ ഇതിന് വരുത്തുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തെ, മാസ്കിന്റെ ഭാവി എന്താണ്? അതിന് ഏറ്റവും ഉദാഹരണം ഞാൻ ആദ്യകാലത്ത് കോവിഡ് തുടക്കകാലത്ത് നമ്മുടെ കുറച്ച് സുഹൃത്ത് പലരും പറഞ്ഞു കേട്ട്, ജപ്പാനിലൊക്കെ എപ്പോഴും ആളുകൾ മാസ്ക് വെക്കുന്നതുകൊണ്ട് അവിടെ ആളുകൾക്ക് പ്രശ്നം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളോ ജപ്പാനിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയല്ല, അവിടെ എല്ലാവരും സ്വാഭാവികമായി സാധാരണ ജീവിതമാണ്. പക്ഷേ മാസ്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, പെട്ടെന്ന് ഒരു ഔട്ട്ബ്രേക്ക് ഒരു ചുമയോ പനിയുടെയോ വേറെ ജലദോഷം വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് മാസ്ക് ഇതിലേക്ക് കടക്കാൻ അവർ കഴിയും. കാരണം ഏതാണ്ട് പോക്കറ്റിൽ ഒരു മാസ്ക് എന്നതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മഴ വരുമ്പോഴത്തേക്ക് കുടപിടിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു സോഷ്യൽ അലേർട്ടിന്റെ ഭാഗമായിട്ട്, സാമൂഹികമായിട്ടുള്ള ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടും വളരെ സിവിക് സെൻസോടുകൂടി ഇടപെടുന്ന ഒരു ജപ്പാൻ ജനത ചെയ്യുന്നത് പോലെ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ കേരളത്തിലെ നമ്മളുടെയും സാക്ഷരതയും നമ്മളുടെ ആ ഒരു ബൗദ്ധിക നിലവാരവും ഒക്കെ വെച്ചിട്ട് കേരളത്തിലെ ജനസമൂഹം ഇതുപോലെ തന്നെ മാസ്കിനെ അങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് ഒരു ഭാവിയിലെ ഒരു പ്രതീക്ഷയായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്നാലും ഭാവിയിൽ ഭാവിയാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ അതിൽ ത്രസ്റ്റ് കൊടുക്കുന്നത്, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കോവിഡിനെ ഇപ്പം എങ്ങനെയാണെന്നും മാസ്കിന്റെ നിലവാരം എങ്ങനെയാണ്. നമുക്ക് വളരെ പ്രമുഖരായിട്ട്, ഞാൻ അധികം സമയം എടുക്കുന്നില്ല, വളരെ പ്രമുഖരായ പാനലിസ്റ്റുകളാണ് നമുക്കിന്നുള്ളത്. ഡോക്ടർ തോമസ് മാത്യു, അദ്ദേഹം ജോയിന്റ് മെഡിക്കൽ ഡയറക്ടറാണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും എറണാകുളം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നിട്ട് പല ഇൻഫെക്ഷസ് ഡിസീസിന്റെ ഹെഡ് ചെയ്തിട്ടുണ്ട്, പല സെല്ലുകളും ഹെഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിറ്റി മെഡിസിന്റെ പ്രൊഫസർ ആയിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴാണ് ഔദ്യോഗികമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലോട്ട് മാറി. പിന്നെ നമുക്ക് ഉള്ളത് രാജീവ് ജയദേവൻ. പേര് മാത്രം മതി, കാരണം ഇന്ന് മലയാളികൾക്ക് വളരെ സുപരിചിതരാണ്. കാരണം കോവിഡ് കാലത്ത് ഇത്രയും ശക്തമായിട്ട് ഒരു വളരെ സയന്റിഫിക് ആയിട്ട് പഠനങ്ങൾ നടത്തുകയും രാജീവ് ദിവസവും എനിക്ക് തോന്നുന്ന മണിക്കൂറുകളോളം ദിവസവും കോവിഡിന്റെ ഇന്റർനാഷണൽ സംഭവിക്കുന്ന, ലോകത്താൻപാട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുകയും അത് വളരെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പൊതുസമൂഹത്തിൽ എല്ലാ മീഡിയകളിൽ കൂടിയും എത്തിക്കുകയും ചെയ്യുന്ന വളരെ സജീവമായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ് രാജീവ്. ഡോക്ടർ രാജീവ് ജയദേവൻ MBBS ജനറൽ മെഡിസിനും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞാണ്. പിന്നെ epidemiology ആൻഡ് പബ്ലിക് ഹെൽത്ത് നെതർലാൻഡ്സിൽ നിന്ന് അതിൽ ട്രെയിനിങ് നേടിയിട്ടുണ്ട്. അദ്ദേഹം ഗ്യാസ്ട്രോഎൻട്രോളജി പ്രാക്ടീസിങ് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റും ജനറൽ ഫിസിഷ്യനുമാണ്. ഒപ്പം IMAയുടെ കോവിഡിന്റെ ഡോക്ടേഴ്സ് അസോസിയേഷന്റെ കോവിഡിന്റെ കൺട്രോൾ അല്ലെങ്കിൽ കോവിഡിലെ ഒരു മുൻനിര പോരാളി എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്ലാഗ്ഷിപ്പ് ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര സജീവമായിട്ട് ആ സെല്ലിനെ ലീഡ് ചെയ്യുകയും അതിൽ വളരെ സജീവമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള, ഞാൻ ഇത്രയും അധികം ഒരു ഡോക്ടറെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇത്ര സയന്റിഫിക് ആയിട്ടും ഇത്ര ജനകീയമായിട്ടും ഒരു ഇഷ്യൂവിനെ ഇടപെടുന്നത്. അപ്പോൾ വി ആർ വെരി ലക്കി. വെൽക്കം ഡോക്ടർ രാജീവ്. ആൻഡ് ദീപു ഫിലിപ്പ് അദ്ദേഹം IIT കാൺപൂരിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ വളരെ ടെക്നിക്കൽ സൈഡിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ IIT കാൺപൂരിലെ പല മേഖലകളിൽ, അതായത് ഡിഫൻസ് ഉൾപ്പെടെ, നമ്മളുടെ ഹെൽത്ത് ഉൾപ്പെടെ, എനർജി, ഫുഡ്, അങ്ങനെ ഡിഫറെന്റ് മേഖലകളിൽ എങ്ങനെയാണ് ഒരു സയന്റിഫിക് കോറിലേഷനോട് കൂടി സ്റ്റഡികൾ നടത്തുകയും അത് ഈവൻ ഹെൽത്തിൽ പോലും എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളത് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ്. കാരണം ഏതാണ്ട് 20ഓളം സംസ്ഥാനങ്ങളിലെ കോവിഡിന്റെ പ്രഡിക്ഷനുകൾ കേരളത്തിലൊക്കെ ഞങ്ങൾ തുടക്കകാലം മുതൽ ദീപമായിട്ട് ഇടപെടുന്നത് പറയുന്നതാണ്. കോവിഡ് കൃത്യമായിട്ട് എപ്പോൾ ഫസ്റ്റ് വേവ് വരും, സെക്കൻഡ് വേവ് വരും, തേർഡ് വേവ് വരും, ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വ്യക്തമായ രീതിയിൽ പഠനങ്ങൾ നടത്തുന്ന ഒരു ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദീപു ഫിലിപ്പ്. വേണ്ട 20 സംസ്ഥാനങ്ങളിലെ ദീപു കറക്റ്റ് ചെയ്യും, ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിലെ സ്റ്റഡികൾ വർക്കുകൾ ചെയ്യുന്നത് ദീപുവാണ്. ടെസ്റ്റിങ്ങിന്റെ സ്ട്രാറ്റജികൾ ചെയ്യുന്നത് UPയില്, ഉത്തർപ്രദേശിനകത്ത് അവരുടെ എൻറ്റയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസും വാക്സിനേഷനും എല്ലാം വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്ത ദീപമാണ് പല സംസ്ഥാനങ്ങളിലും. അങ്ങനെ വളരെ സജീവമായിട്ട്, മറ്റേ ഞാൻ IITയിലുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സ്കില്ലിനെ കുറിച്ചെക്കാളും കോവിഡിൽ ഇത്ര വളരെ സജീവമായിട്ട് കോവിഡിൽ സംഭാവന ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇതാണ് നമ്മളുടെ പാനലിസ്റ്റുകൾ. പിന്നെ പല നമ്മുടെ സുഹൃത്തുക്കളും ചർച്ചയുടെ മധ്യത്തിൽ നമ്മളുമായി ജോയിൻ ചെയ്യുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇത് ഒരു നമ്മളൊരു 8 മണിയോടുകൂടി ഇതിന്റെ ഒരു പ്രസന്റേഷൻ ഭാഗം അവസാനിപ്പിക്കുകയും അതിനുശേഷം ഒരു അരമണിക്കൂറോ 45 മിനിറ്റ്സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും മാസ്കുമായി ബന്ധപ്പെട്ടോ ആയിട്ടുള്ള കൂടുതലും മാസ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം അഭ്യർത്ഥിക്കുന്ന കാര്യം. കോവിഡ് വലിയൊരു സബ്ജക്റ്റാണ്. വാക്സിനേഷനോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എത്തില്ല. അപ്പൊ അതുകൊണ്ട് മാസ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ചർച്ചയിലോട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ രാജീവിനെ ക്ഷണിക്കുന്നു. അതായത് ഇന്നിപ്പോ നമ്മൾക്ക് കോവിഡ് ഇന്നൊക്കെ ലോകത്തിൽ എങ്ങനെയാണ് അവസ്ഥ എന്താണെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് രാജീവ് ഇപ്പൊ നൽകുന്നത്. അതില് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ കോവിഡിന്റെ അവസ്ഥ എന്താണ്, നമുക്കതിനെ മാസ്കുമായി ചേർത്ത് തന്നെ എടുക്കാം. കാരണം കോവിഡ് വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അത് ഇപ്പോൾ WHO ആണെങ്കിലും CDS ആണെങ്കിലും ഓരോ രാജ്യങ്ങളും ചില രാജ്യങ്ങൾ അതിന് റിലാക്സേഷൻ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നം വരുന്നു, അങ്ങനെയുള്ള തുടങ്ങിയ കോവിഡിന്റെ ഒരു അപ്ഡേറ്റ് ഒന്ന് രാജീവിനെ കുറിച്ച്. താങ്ക് യു ഡോക്ടർ സജീഷ്. അപ്പോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഈ കോവിഡ് എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രഡിക്ഷൻസിനെ എല്ലാം മറികടന്നുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ് ഈ കോവിഡ്. അതൊരു വാസ്തവമാണ്. പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പ്രഡിക്ഷൻസ് അല്ല, ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ പ്രഡിക്ഷൻസിനെയാണ് ഇത് ഇത്രയും കാലം മറികടന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു വിനയം ആസ് ഹ്യൂമൻസ് ഐ തിങ്ക് വി ഷുഡ് ഹാവ്. ഒരു സയൻസ് അറിയാത്ത ഒരാളുടെ പ്രഡിക്ഷൻസിനെ മറികടക്കുന്ന പോലെയല്ല സയൻസിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പ്രഡിക്ഷൻസിനെ മറികടക്കാൻ ഇതിന് സാധിക്കുക എന്നുള്ളത്. സോ ദിസ് ഇസ് വെരി 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 സിഗ്നിഫിക്കന്റ്. രണ്ടാമത്തേത്, ഇത് ഒരു സിനിമ പോലെ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. അത് പലപ്പോഴും പല വേദികളിലും ചർച്ചകളിലും ഞാനിത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ തീരാൻ പോവുകയാണ്. ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ്, ഇറ്റ് വിൽ നോട്ട്. അപ്പോ അത് കേൾക്കുമ്പോൾ പലർക്കും ഇയാളെ പേടിപ്പിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ ഇയാള് ഇതിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ നടക്കാൻ പോവുകയാണ്. സപ്പോസ് ഐ ഗോ ഫോർ എ വാക്ക് എവിടെ. ഇന്നിപ്പോ ഈ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എന്റെ വാക്ക് മുടങ്ങിയിരിക്കുകയാണ്. നോ പ്രോബ്ലം, ഐ ഗോ ആഫ്റ്റർ ദിസ്. നടക്കാൻ പോകുമ്പോൾ നമ്മള് സപ്പോസ് വഴിയിൽ ഒരു കല്ല് തട്ടി താഴെ വീണപ്പോ നമ്മുടെ കൈ മുട്ട് ഇവിടെ ഇങ്ങനെ അവിടെ മുട്ടിയാണ് നമ്മൾ വീണത്. അപ്പൊ നമ്മളും സുഹൃത്തും കൂടാണ് നടക്കാൻ പോകുന്നത്. സുഹൃത്ത് നോക്കിയിട്ട് പറയാം, കുഴപ്പമില്ലടേ, സാരമില്ല, ഇത്തിരി ഒന്ന് വീണല്ലേ ഉള്ളൂ. പക്ഷെ അതിലെ നടന്നു പോയ ഒരു സ്ട്രേഞ്ചർ, ഈ ഹാപ്പൻസ് ബി ഓർത്തോപീഡിക് ഡോക്ടർ. നമുക്ക് അയാളെ അറിയില്ല. പക്ഷെ അയാള് നമ്മൾ വീടുന്ന കണ്ട് ഓടി വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഐ തിങ്ക് യു ബെറ്റർ ഗെറ്റ് ആൻ എക്സ്റേ എന്ന് പറയും. അപ്പൊ നമ്മള് കയറിയാ ഇയാള് ഡോക്ടർമാരെ കൊണ്ട് തോറ്റ്, എന്ത് വന്നാലും ഉടനെ എക്സ്റേ സ്കാൻ, വെറുതെ ആശുപത്രിക്ക് പൈസ ഉണ്ടാക്കാൻ. Who is correct here? Is it the stranger who told you respectfully to go and get an x-ray done out of pure faith in science and in your well-being? അതോ നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി നിന്നോട് സുഖിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച സുഹൃത്താണോ? We should think about these things. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഇതുപോലെയാണ്. നമ്മൾ ആ ഡോക്ടർ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഫ്രാക്ചർ നേരത്തെ കണ്ടെത്തുകയും അത് വഷളാകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രതിവിധി ചെയ്യുകയും ചെയ്യാമായിരുന്നു. സുഹൃത്ത് പറയുന്നത് കേട്ടാ, സുഹൃത്ത് പറഞ്ഞാണ് ശരി, കാരണം ഇതിനാണ് വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഐ ആം നോ എക്സെപ്ഷൻ ടു ദാറ്റ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഈ പാൻഡമിക് എന്നുള്ളത് ഇറ്റ്സ് ഗ്ലോബൽ എമർജൻസി. ഈ ഗ്ലോബൽ എമർജൻസി വരുമ്പോൾ നമുക്ക് പല അസൗകര്യങ്ങളുണ്ടാവും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം വരുമ്പോ നമുക്ക് നമ്മളെ സുഖിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കാൻ എപ്പോഴും താല്പര്യമാണ്. അതിനെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരെ നേരിട്ടോ അല്ലാതെയോ തെരുവിളിക്കാനും മറ്റുമൊക്കെ എല്ലാവരും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇത് ഒരു വാസ്തവമാണ്. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി നത്തിങ് ബട്ട് ഫാക്ട് ആണ്. ഇതൊരു ഗ്ലാസ് ആണ്, ഈ ഗ്ലാസിനകത്തിരിക്കുന്ന വെള്ളമാണ്. ബേസിക്കലി ഇറ്റ് സയൻസ്. ഇതിനകത്തിരിക്കുന്നത് പാലാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ that's not true. I'm saying this is water because I keep a glass of water. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഫാക്ട് ആണ്. അതിനകത്ത് വലിയ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും ടെസ്റ്റ് ട്യൂബിലേക്ക് പോയി ഒഴിക്കുന്ന താടിക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനല്ല ശാസ്ത്രം. So I just want everybody to understand that science is nothing but fact. ഇതിനകത്ത്
നമ്മളെ സുഖിപ്പിക്കുന്ന ഫാക്ടുകൾ നമ്മൾ മാറ്റിവെക്കും. ഓക്കെ, അപ്പോ അതാണ് എൻ്റെ ഇൻട്രോ. രണ്ടാമത്തേത്, ഈ വൈറസിന്റെ പ്രത്യേകത, ഇറ്റ് കംസ് ഫ്രം, ഇതിന്റെ തറവാട് എന്ന് പറയുന്നത് കൊറോണ തറവാടിൽ നിന്നാണ് ഈ ഇത് വന്നേക്കുന്നത്. ആൻഡ് ഇറ്റ് has never come to man before. ഈ ഇങ്ങനെ ഒരു സംഭവം, ഇറ്റ് has never come to human beings. Human beings never had a memory for it. അപ്പൊ പാൻഡമിക് തുടങ്ങിയപ്പോൾ പലരും വിചാരിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്, ന്യൂ ഇംഗ്ലണ്ട് ജേർണലിന്റെ എഡിറ്റേഴ്സ് ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് പോഡ്കാസ്റ്റിൽ. അവർ പറയാണ്, ഇത് 2020 അവർ പറഞ്ഞു, നോക്കുക ഇത് വരികയാണ്, ഇപ്പൊ കുറച്ചു പേർക്ക് വരും, കുറെ പേരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്, നമുക്ക് അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ നമുക്ക് ചികിത്സിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? That's what they're saying. See, മീസിൽസ് വരുന്ന പോലെ അല്ലെങ്കിൽ മറ്റേ ചിക്കൻ ബോക്സ് വരുന്ന പോലെ വന്നങ്ങ് പോയിക്കോട്ടെ, വന്നു പോയവരെ ബാക്കി വി കൻ അവരെ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ വി കൻ ഡെസിഗ്നേറ്റ് ദം ടു വർക്ക് ഇൻ അതർ പ്ലേസസ് എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, ഇവര് ന്യൂ ഇംഗ്ലണ്ട് ജേർണലിലേക്ക് മുകളിലിരിക്കുന്ന ആൾക്കാരല്ലേ. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. See, predictions are always wrong, unfortunately. The only prediction that is right is this is a never-ending process. അത് വാസ്തവമാണ്, ഇത് അപ്രിയമായിട്ടുള്ള ഒരു സത്യമാണ്. ദിസ് ഇസ് എ നെവർ എൻഡിങ് പ്രോസസ്. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഗോ ടു ഗൂഗിൾ, ലുക്ക് അറ്റ് പാൻഡമിക് കർവ് ഫോർ എനി കൺട്രി, ജസ്റ്റ് ടേക്ക് whatever, ബ്രസീൽ നിട്ടിട്ട് കോവിഡ് കേസ് നിട്ട് കഴിഞ്ഞാൽ യു ഗോ ടു ദ ഗ്രാഫ്. ഈ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ വൈറസിനെ ആദ്യമായിട്ട് പഠിക്കുന്നവർ വിചാരിക്കും, ഇതും മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നുള്ളതാണ്. സി പീപ്പിൾ, ഞാനൊക്കെ വൈറസിനെ, ഡോക്ടർ സജീഷ് ഒക്കെ എനിക്കറിയില്ല, ഡോക്ടർ സജീഷ് ഐ തിങ്ക് ഹിസ് ജൂനിയർ ടു മീ, ഞാനൊക്കെ വൈറസിനെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത് 1986-ലാണ്. I was fascinated by them from since 1986. How many years is that? 20 plus, almost 40 years I've been studying. പലതരത്തിലുള്ള വൈറസ്. അത് കഴിഞ്ഞ് MBBS പഠിക്കാൻ തുടങ്ങി. MBBS അന്ന് മുതൽ ഈ പലതരം വൈറസിനെ പറ്റി അന്നൊന്നും ഇതേപ്പറ്റി വലിയ വലിയ അറിവുകളൊന്നുമില്ല. ഇത്രയും വർഷം പഠിച്ചിട്ടും it is not easy to predict these things. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാള് ഇതൊന്നും ഇല്ലടേ, ഇതൊക്കെ മാറിയിടേ എന്ന് പറയുമ്പോൾ, see how hollow that argument is. So I want people to understand that. Okay. ഇനി മൂന്നാമത്തേത്, ഈ മാസ്കിന്റെ കാര്യം പറയുമ്പോൾ, മാസ്കിലും ഈ വിഷ്വൽ തിങ്കിങ് വരും. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് നിങ്ങൾ ഇനി മുതൽ മാസ്ക് ധരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that person gets a lot of affection. പൊതുജനം പുള്ളിയുടെ സൈഡിലായി കഴിഞ്ഞു. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പൊളിറ്റീഷ്യൻസ് ഇത് നല്ലതുപോലെ ലെവറേജ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക, അതുപോലെ ബ്രിട്ടൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് ഈ മാസ്കിനെ നല്ലതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് റിപ്പബ്ലിക്കൻസും യൂസ് ചെയ്തിട്ടുണ്ട്, ഡെമോക്രാറ്റ്സും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. റിപ്പബ്ലിക്കൻസ് ആയിരുന്നപ്പോൾ അവരങ്ങനെ യൂസ് ചെയ്തു, ഇപ്പോൾ ഡെമോക്രാറ്റ്സും ആ കളി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലുക്ക് അറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവർ പറഞ്ഞ എല്ലാ കാര്യവും അത്യാവശ്യം തെറ്റായിട്ട് മാറിയിരിക്കുകയാണ്. വെരി സോറി ടു സേ ദിസ്. ഞാൻ അവിടെ 10 വർഷം ജീവിച്ച മനുഷ്യനാണ്. I have a lot of respect for that country, a lot of good things in that country. പക്ഷെ അവർ ഈ പാൻഡമിക്കിൽ പറഞ്ഞ സകല കാര്യങ്ങളും തെറ്റാണ്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ ആ തെറ്റുകളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാസ്കിന്റെ കാര്യത്തിൽ പോലും അവർ പറഞ്ഞ സകല കാര്യങ്ങളും തെറ്റാണ്. ഞാൻ പറഞ്ഞത് പോളിസി മേക്കിങ്ങിന്റെ കാര്യമാണ്, അല്ലാതെ മാസ്ക് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയല്ല. പോളിസി, ആര് എപ്പോ ഉപയോഗിക്കണം, എപ്പോ ഉപേക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവറിത്തിങ് ദേ ഗോട്ട് ഇറ്റ് റോങ്. എന്നിട്ടും ഇവർ അടുത്തതായിട്ട് എന്ത് പറയുന്നു എന്ന് കാതോർത്തിരിക്കുന്ന ഒരു സംഘം ആളുകൾ ഇപ്പോഴും ലോകത്തെ എല്ലാ ഭാഗത്തുമുണ്ട്. സോ ഐ തിങ്ക് വി ഷുഡ് സ്റ്റോപ്പ് ദിസ് തിങ് അബൌട്ട് ഇമിറ്റേറ്റിംഗ് അതർ നേഷൻസ്. അപ്പോൾ കമ്മിങ് ടു ദ ഫിസിക്സ് ഓഫ് എ മാസ്കിന്റെ ഫിസിക്സ് പറയാൻ എന്നെക്കാളും വളരെ അറിവുള്ള വലിയ വലിയ IIT-കളിലൊക്കെയുള്ള ഫാക്കൽറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വളരെ ബ്രീഫായിട്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അത് പറഞ്ഞതിന് ശേഷം ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞുതരും. നമുക്ക് പ്രധാനമായും ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു അപരിചിതരുമായിട്ട് ഒരു ഇൻഡോർ സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ മാസ്കിനെ പറ്റിയാണ്. ആ മാസ്ക് എല്ലാവർക്കും അത്യാവശ്യം 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം. N95 എന്നുള്ള മാസ്ക് ആണ് നമ്മൾ കേൾക്കാറുണ്ട്. അതിന് പല പേരുകളുണ്ട്, റെസ്പിറേറ്റർ എന്നൊക്കെ വിളിക്കും. തൽക്കാലം നമുക്ക് N95 എന്ന് വിളിക്കാം. അതിന്റെ തൊട്ട് താഴത്തെ ഗ്രേഡ് ഡോക്ടർ സജീഷ് വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഞാനും ഉപയോഗിച്ചിരുന്ന എൻഡോസ്കോപ്പി ചെയ്യാൻ നേരം നമ്മൾ സർജിക്കൽ മാസ്ക് അങ്ങോട്ട് വയ്ക്കും. ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ ബോഡി. നമുക്ക് ആസ് ഡോക്ടേഴ്സ്, ഫോർ മോസ്റ്റ് ഡോക്ടേഴ്സ്, മാസ്ക് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. അതാണ് സർജിക്കൽ മാസ്ക്. അതായത് അനേകം ഇപ്പോൾ ഒരു തോർത്ത് മടക്കി വെച്ച് കഴിയും, കുറെ ലെയേഴ്സ് ഉള്ള ഒരു സംഗതിയാണ്. അത് സാധാരണ നീല നിറമല്ല, ബ്യൂട്ടിഫുൾ ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും. ഈ 2 മാസ്കുകളുടെ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ ഒന്ന് എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. പലർക്കും അറിയാൻ വയ്യാത്തൊരു സംഗതിയാണ്.
നമ്മൾ ചായയുടെ അരിപ്പ് അല്ലെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ അരിക്കാൻ നേരം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ടാണ് അരിക്കുന്നത്. ആ അരിപ്പയിലൂടെ ഈ ജ്യൂസ് വരുമ്പോൾ ആ അരിപ്പയുടെ സുഷിരങ്ങൾ എത്ര വലുതാണോ അതനുസരിച്ചാണ് ജ്യൂസ് ഉണ്ടായി വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന തുണി മാസ്ക് ഒരു അരിപ്പയാണ്. ഇറ്റ് സിംപ്ലി എ സീവ് ഓർ എ ഫിൽറ്റർ, കോഫി ഫിൽറ്റർ എന്നൊക്കെ പറയും. പക്ഷേ N95 സർജിക്കൽ മാസ്കും ചെയ്യുന്നത് അരിപ്പ മാത്രമല്ല, ഇറ്റ് യൂസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമ്മളിപ്പോ ഒരു ചീപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ രോമം എവിടെ എണ്ണിച്ചിട്ടും അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് ചെയ്തിട്ടില്ലാത്തതില്ലെന്ന് എനിക്കറിയാം. കുഞ്ഞിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ചീപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം കൂടെ പൊങ്ങി വരും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളൊരു സംഗതി അത് ഈ ഫിൽറ്ററിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് അത് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുകയും ഈ സുഷിരം ഇത്രയും വലുതാണെങ്കിൽ ഈ സുഷിരം വഴി പാസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കുകയും ചെയ്യും. അതാണ് N95നെയും സർജിക്കൽ മാസ്കിനെയും വ്യത്യസ്തമാണ്. അപ്പൊ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എത്ര നല്ല ഒരു ക്ലോത്ത് മാസ്ക് ഇട്ടാലും ഇതിന്റെ ക്വാളിറ്റി കിട്ടുകയില്ല. കാരണം ക്ലോത്ത് മാസ്ക് വെറും ഒരു അരിപ്പ മാത്രമാണ്. So that's the first fundamental fact we must understand. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫാക്ട്, അഗൈൻ ഞാൻ ഇതിന്റെ ഹൈലി ടെക്നിക്കലിലേക്ക് കടക്കുന്നില്ല. ഫിറ്റ് ഓഫ് ദ മാസ്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ കോസ്റ്റ് ഓഫ് ദ മാസ്ക്. നമ്മൾ എത്ര വില കൊടുത്ത് മാസ്ക് വാങ്ങിച്ചാലും ഈ സംഗതി നമ്മുടെ മുഖത്ത് ഫിറ്റ് ആയില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ ഉദാഹരണം മുഖത്തിന്റെ ഫിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പാൻഡമിക് തുടങ്ങിയപ്പോൾ കുറെ മാസ്ക് ഓർഡർ ചെയ്യും. IMA എന്ന് പറയും മാസ്ക് ഓർഡർ, പെപ്സിന്റെ സ്കീം ഉണ്ട് IMA. അതായത് നമുക്ക് പ്രൊഫഷണൽ എക്വിപ്മെന്റ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, ക്ലിനിക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ പേഴ്സണൽ ആവശ്യത്തിന് നമുക്ക് ഓർഡർ ചെയ്യും. ശ്രീജിത്തും മറ്റുമൊക്കെയാണ് അത് ചെയ്തത്. അവരെ കൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു. എന്റെ വീട്ടിലേക്ക് സംഗതി വന്നു. 3M മാസ്ക് ആണ് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എന്റെ തല ഭയങ്കര വലുതാണ്. ഈ തൊപ്പിയും അങ്ങനത്തെ സാധനം ഫിറ്റ് ആവില്ല എനിക്ക്. അപ്പം മുഖവും മൂക്കും ഒക്കെ വലുതാണ്. അപ്പം ഈ സംഗതി വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോയി. I can't talk with that mask. അപ്പൊ ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ഫിറ്റ് ആവുന്നില്ല, വളരെ എനിക്ക് എന്റെ ചുണ്ടിനോടും മൂക്കിനോടൊക്കെ അടുത്ത് നിൽക്കണം. അപ്പോ അന്ന് മറ്റൊരു മോഡൽ അല്ലെങ്കിൽ ഷേപ്പ് അവൈലബിൾ ആയിരുന്നു. സാറേ അത് അവൈലബിൾ അല്ല. സാറേ നോ പ്രോബ്ലം, ഞാനത് വേറെ ആരെങ്കിലും കൊടുത്തോളാം പറഞ്ഞു. സോ ഐ ഗേവ് ഇറ്റ് ടു അതർ പീപ്പിൾ. ഒരു 100 മാസ്ക് ആണ് ഞാൻ അന്ന് ഓർഡർ ചെയ്തത്. ഇപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് കണ്ടു. 3M ഒരു പ്രത്യേകതരം മാസ്ക്, ഒരു 3 മടക്കുള്ള ഒരു മാസ്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് ഒരുപാട് പേര്, ഇൻക്ലൂഡിങ് ട്രിഷ്യ ഗ്രീൻബർഗും അങ്ങനെയുള്ള ഇതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തു. കംസ് ഫ്രം സിംഗപ്പൂർ. ഇറ്റ്സ് ഷിപ്ഡ് ഇൻ ഇന്ത്യ. എക്സലന്റ് മാസ്ക്. 40 രൂപയോ മറ്റോ ആണ് അതിന് വില എന്നാണ് എന്റെ ഓർമ്മ. ഇറ്റ്സ് എ ഗുഡ് മാസ്ക്. കാരണം വലിയ മുഖമുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ സ്പേസ് തരുന്ന ഒരു മാസ്ക്. ഇറ്റ്സ് എ ഗുഡ് വെൽ ഫിറ്റിംഗ് മാസ്ക്. അത് ഇട്ടതിന് ശേഷം ഐ എം സോ മച്ച് മോർ കോൺഫിഡൻറ്റ്. എനിക്ക് എങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു മടിയില്ല. once I start. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, whatever mask you wear, it must be comfortable for you. നമ്മളിപ്പോ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് നമുക്ക് ഫിറ്റ് ആകുന്ന വസ്ത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. പരസ്യത്തിൽ കണ്ടിഷ്ടമാകുന്ന സംഗതിയാണ് നമ്മൾ ഇട്ട് നമുക്ക് ഇഷ്ടമാണ് എന്ന് തോന്നുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ ഇട്ട് നല്ല വിലയുള്ള ഷർട്ട്, അൺഫോർച്ചുനേറ്റ്ലി വില കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. പക്ഷേ വേറെ ഗുഡ് ഷർട്ട് വാങ്ങി. നല്ല ഇറ്റ്സ് എ ഗുഡ് വെൽ ഫിറ്റഡ് ഷർട്ടാണ്. അതുപോലെ ഉള്ള മാസ്ക് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് മാസ്കിനെ പറ്റി പറയാനുള്ളത്. അപ്പം മാസ്ക് എടുത്തു കളയാൻ സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനൊരു കഥ പറയാം. എപ്പിഡെമിയോളജിക്കൽ ട്രയാങ്കിൾ എന്ന് മിക്കവരും കേട്ടിട്ടുണ്ട്. ഇവിടെ ഡോക്ടർമാരല്ലാതെ പലരും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എപ്പിഡെമിയോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഡോക്ടർ സജീഷ് എത്ര സമയങ്ങളുണ്ട് എനിക്ക് സംസാരിക്കാൻ? 5 minutes. Finish in 5 minutes. എപ്പിഡെമിയോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു നമ്മുടെ പഴയ ട്രിഗോണോമെട്രിയുടെ സാധാരണ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിന് 3 ഘടകങ്ങളാണുള്ളത്, 3 എൻഡ്സ് ആണുള്ളത്, 3 കോർണേഴ്സ് ആണുള്ളത്. ഒരു കോർണറിൽ ഏജന്റ്, അതായത് വൈറസ്. രണ്ടാമത്തേതിൽ ഹോസ്റ്റ്, മനുഷ്യൻ. മൂന്നാമത്തേത് പരിസ്ഥിതി അഥവാ എൻവയറൺമെന്റ്. എൻവയറൺമെന്റ് എന്നാൽ പരിസ്ഥിതി. അതായത് ഈ കോളറയാണെങ്കിൽ, കോളറ എടുക്കുക. കോളറയാണെങ്കിൽ എന്താണ്? കോളറ ജലം വഴി, മലിനമായ ജലം വഴിയാണ് ഇതിന്റെ ബാക്ടീരിയ സഞ്ചരിക്കുന്നത്. അപ്പൊ മലിനമായ ചിലപ്പോൾ ഞാനിപ്പോ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്ന വെള്ളം റോഡ് സൈഡിലെ അല്ലെങ്കിൽ ഓടയിൽ നിന്ന് എടുത്തതാണെങ്കിൽ മേ ബി കണ്ടെയ്ൻസ് കോളറ, ഐ ഡോണ്ട് നോ. കാരണം ഇറ്റ് മേ കണ്ടെയ്ൻ ഫീക്കൽ കണ്ടാമിനേഷൻ.
അപ്പോൾ നേരെ മറിച്ച് ഇത് വന്നിരിക്കുന്നത് എൻ്റെ ഇവിടെ എറണാകുളത്തു നിന്നുള്ള ടാപ്പിൽ നിന്നുള്ള വെള്ളമാണ്. എറണാകുളത്തുള്ള ടാപ്പ് ആലുവാപ്പുഴ എന്നുള്ള വെള്ളം അവർ ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ വീട്ടിലെ ടാങ്കിൽ വന്ന് വീഴുന്നത്. പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടർ ഇറ്റ് സേഫ് എന്നുള്ള എനിക്കറിയാം. കാരണം ക്ലോറിനേഷൻ വിൽ കിൽ വൈറസസ് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ കോളറയെ സംബന്ധിച്ച് ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഏജന്റ് ബാക്ടീരിയ ആണ്, ഹോസ്റ്റ് മാൻ തന്നെയാണ്, എൻവയറമെന്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പൊ ഈ കോളറയെ കൺട്രോൾ ചെയ്തത് ആന്റിബയോട്ടിക് കൊടുത്തുകൊണ്ടോ വാക്സിനേഷൻ കൊടുത്തുകൊണ്ടോ ഒന്നല്ല. ഇതെല്ലാം ഉണ്ട്. എസ്പെഷ്യലി ആന്റിബയോട്ടിക്, ഒന്നാമതൊരു ആന്റിബയോട്ടിക്കുകളുണ്ട്. പക്ഷെ വെരി ഫ്യൂ പീപ്പിൾ യൂസ് ആന്റിബയോട്ടിക്സ് ഫോർ കോളറ. ഇറ്റ് ഇസ് നോട്ട് നീഡഡ്. കോളറയെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് വെറും ക്ലോറിനേഷനാണ്. അപ്പോൾ നമുക്ക് ആലുവാപ്പുഴ മുഴുവനും നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ ആലുവാപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളം നമുക്ക് ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി സപ്പോസ് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന വെള്ളം നമ്മളൊരു ചരുവത്തിൽ, സ്റ്റീൽ ചരുവത്തിൽ ചൂടാക്കിയിട്ട് 1 മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ബാക്ടീരിയയും മരിച്ചു. ജസ്റ്റ് 1 മിനിറ്റ് ഓഫ് ബോയിലിംഗ്. അപ്പൊ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ തടുക്കാൻ സാധിക്കും, ജോണ്ടിസ് വരാതിരിക്കും, ഈ കോളയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് നന്നാക്കാൻ സാധിച്ചില്ലെങ്കിലും, ലോകത്തെ ജലത്തെ മുഴുവനും നമുക്ക് ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കൺട്രോളാണ് വീട്ടിൽ അടുപ്പത്ത് ഈ വെള്ളം ചൂടാക്കുക എന്നുള്ളത്. സോ ഐ ക്യാൻ കൺട്രോൾ ദ ബാക്ടീരിയ ദാറ്റ്സ് going into my body. I can control the viruses that are going into my body through water. അപ്പൊ ഇതിന്റെ ട്രയാങ്കിൾ എൻവയറമെന്റ് എന്നുള്ള സംഗതി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏജന്റ് വൈറസ് ആണ്, ഹോസ്റ്റ് ഹ്യൂമൻ. ഇവരെ കാര്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഹ്യൂമൻ ശരിയാണ്, നമുക്ക് കുറച്ചൊക്കെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യാം, വാക്സിനേറ്റ് ചെയ്യാം, ശരിയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എൻവയറമെന്റിലാണ് ഇതിന്റെ ചാവിയിരിക്കുന്നത്. അതായത് കോളറയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് എൻവയറമെന്റ്, അതിന്റെ ആ രോഗാണുവിന്റെ എൻവയറമെന്റിൽ നമ്മൾ നടത്തിയ ഇടപെടൽ കൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഈ വൈറസിലേക്ക് വന്ന് ഞാൻ ഇവിടെ നിർത്താം. ഈ SARS-CoV-2 വൈറസിന്റെ എൻവയറമെന്റ് നമുക്ക് എല്ലാം അറിയാം, വായുവാണ്, അന്തരീക്ഷ വായു, നമ്മൾ ശ്വസിക്കുന്ന വായുവാണ്. അല്ലാതെ നമ്മൾ കൈ കൊണ്ട് തൊട്ടോ അല്ലെങ്കിൽ ഇവിടെ തൊട്ടതുകൊണ്ടോ ഒന്നും അല്ല ഇത് അകത്ത് കയറുന്നത്. നമ്മൾ കൈ കഴുകിയും മേശപ്പുറം തുടച്ച് ഒരുപാട് പണം ആവശ്യമില്ലാതെ കളഞ്ഞു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദിസ് ഇസ് എ വൈറസ് ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ദ എയർ. അത് വായു വഴി സഞ്ചരിക്കുന്നത് അതൊരു പേടകത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ രാവണൻ മറ്റേ പുഷ്പവിമാനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ഈ വൈറസ് സഞ്ചരിക്കുന്നത് ഒരു ഡ്രോപ്ലെറ്റിനകത്താണ്, ഗുരുത്വാകർഷണത്തിന് അതീതമായിട്ടുള്ള ഡ്രോപ്ലെറ്റ്. ഈ ഡ്രോപ്ലെറ്റ് ഇറ്റ് ഇസ് സോ സ്മോൾ, it is free from the influence of gravity, which means it has the ability to stay afloat for hours on end together. അതായത് ഒരു മുറിക്കകത്ത് അനന്തമായി ഇങ്ങനെ തങ്ങി നിൽക്കാനുള്ള കഴിവുള്ള ഒരു അതീവ സൂക്ഷ്മമായിട്ടുള്ള ജലഗണത്തിലാണ് ഈ വൈറസ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന വൈറസ് ഒരു അകത്തളത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ആ മുറിയിൽ കയറരുത്, അല്ലെങ്കിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് വെച്ചു. പ്രോബ്ലം ഇസ് വെരി സിമ്പിൾ. ഇനി ഒരു ബീച്ചിൽ നിൽക്കുമ്പോൾ ഇത് വെക്കണമെന്ന് ചോദിച്ചാൽ എന്റെ ഒപ്പീനിയൻ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ബീച്ചിൽ നമ്മളിപ്പോൾ വോളിബോൾ കളിക്കുകയാണ്, ഒരുപാട് പേരിരുന്ന് സംസാരിക്കുകയാണ്, ഡെഫിനറ്റ്ലി യെസ്. നമ്മൾ ഒറ്റയ്ക്ക് ബീച്ചിൽ നടക്കാൻ പോകുമ്പോൾ നല്ല കാറ്റാണ്, ദർ ഇസ് നോ നീഡ് ഫോർ ഇറ്റ്. കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ വൈ ഷുഡ് ഐ വെയർ എ മാസ്ക്? അത് ഐ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ ആയി. അത് കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. അതിൽ മോബ് സൈക്കോളജി വരും. ഈ മോബ് സൈക്കോളജി പറഞ്ഞു പിടിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ നമുക്ക് ഡിസ്കഷൻ സമയത്ത് നമുക്ക് അതിലേക്ക് കിടക്കാം. എന്റെ 5 മിനിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ തിങ് ഒന്ന്, ശാസ്ത്രം എന്നുള്ളത് പലപ്പോഴും അപ്രിയമായിരിക്കും. ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ ആൾക്കാർ ജോയിൻ ചെയ്താണ്, തുടക്കത്തിൽ ആ വീഴ്ചയുടെ കാര്യം ഞാൻ ഒരാൾ വീണു, എക്സ്റേ എടുക്കണം എന്ന് പറയുന്ന ആളാണ് അവിടെ ശരി. അത് നമുക്ക് സൗകര്യപ്രദമല്ല, പക്ഷെ അങ്ങനെ ആ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ദാറ്റ് ഇസ് ഓഫ് സയൻസസ്. അപ്പൊ ആദ്യം നമ്മൾ അയാളെ ചീത്ത പറയും, പക്ഷെ വാസ്തവത്തിൽ ഇദ്ദേഹം പറയുന്നതായിരുന്നു ശരി. അപ്പം നമ്മൾ സുഖിപ്പിക്കാൻ പറയുന്ന പല കാര്യങ്ങളും തൽക്കാലം ഒഴിവാക്കുക, അറ്റ്ലീസ്റ്റ് ഫോർ ദ പാൻഡമിക്. ബാക്കി കാര്യങ്ങൾ നമ്മൾ സുഖിപ്പിക്കാൻ എന്തെല്ലാം ആൾക്കാർ പറയുന്നതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ ഫോർ ഗ്ലോബൽ എമർജൻസി ആൻഡ് ഫോർ മെഡിക്കൽ മാറ്റേഴ്സ് സുഖിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് പൊതുവെ നല്ലത്. ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു രാജീവ്. രണ്ട് ഒരു പോയിന്റ് കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മളുടെ ഗ്ലോബൽ സിനോറിയയിൽ കോവിഡിലെ എസ്പെഷ്യലി മാസ്കിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരു
രീതി എന്താണ് ഇപ്പോഴത്തെ? യെസ്, നമുക്ക് ലോകത്തെ ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരിക്കാം. ഈസ്റ്റ് മാസ്ക് പ്രോ ആണ്, വെസ്റ്റ് എഗെയിൻസ്റ്റ് ആണ്. ഇതാണ് ഇതിന്റെ മൊത്തത്തിൽ ഒറ്റ വാക്കിലുള്ള ഉത്തരവ്. കാരണം ഓരോ സംസ്കാരവും, ഞാൻ 5 രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ്. ജീവിതത്തിന്റെ 1/3 ഓഫ് മൈ ലൈഫ് ഐ ലിവ്ഡ് ഇൻ ഫോറിൻ കൺട്രി. ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറുണ്ട്. അപ്പോ പൊതുവെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് അവർക്ക് മുഖത്ത് ഉള്ള ഭാവങ്ങൾ കാണാനും മുഖത്തിന് ഒരുപാട് പ്രാധാന്യം അവർ കൊടുക്കുന്നു. ഇപ്പൊ ഒരു പാശ്ചാത്യ രാജ്യത്ത് നിന്നുള്ള ഒരു ന്യൂസ് പ്രസന്റർ സംസാരിക്കുന്നു, അവരുടെ മുഖത്ത് എന്തെല്ലാം ഭാവങ്ങളുണ്ടാവും. എന്നിട്ട് നമ്മുടെ ഒരു ന്യൂസ് പ്രസന്റർ സംസാരിക്കുന്നു, അവർ മെടുക്കോ ആയിക്കോട്ടെ, പക്ഷെ അവർ ഒരുപാട് എക്സ്പ്രഷൻസ് വരും. ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പറയാം, കമ്മ്യൂണിക്കേഷനിൽ മുഖത്തെ എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാശ്ചാത്യരെ സംബന്ധിച്ച് ഈ മുഖം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നേരെ മറിച്ച് ഒരു ചൈനീസ് വംശജരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് കാര്യമായിട്ടുള്ള ഭാവവ്യത്യാസമൊന്നുമില്ല. തമാശ പറയുന്ന അവരെ പറ്റി തമാശ പറയാറുണ്ട്. അവര് ദേഷ്യപ്പെട്ടാലും സന്തോഷിച്ചാലും വിഷമിച്ചാലും എല്ലാം മുഖം ഒരുപോലെ ഇരിക്കുന്നു പറയാറുണ്ട്. ഇതല്പം ഒരു കുറച്ച് റേഷ്യൽ ഇതുള്ള ഒരു കമന്റ് ആണ്. പക്ഷെ ഞാൻ അതിന്റെ ശാസ്ത്രീയമായ വശം പറയാൻ ശരിയാണ്, അവരുടെ എക്സ്പ്രഷൻസ് വളരെ കുറവാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് മുഖം മറയ്ക്കുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ പാശ്ചാത്യർക്ക് ഈ മുഖം മറയ്ക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. ഒരുപാട് പേര് അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഭരണാധികാരികൾക്ക് അത് മാറ്റുമ്പോൾ, ഭരണാധികാരികൾ അത് വേണ്ടെന്ന് പറയുമ്പോൾ ഭരണാധികാരികൾക്ക് ബ്രൗണി പോയിന്റ്സ് കിട്ടും. ബ്രൗണി പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട്സ് നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിലൊക്കെ കുട്ടികൾക്ക് വോട്ട് കേൾക്കില്ല, അതുപോലെ അവർക്ക് ഇഷ്ടംപോലെ പോപ്പുലാരിറ്റി കിട്ടും. ഇത് അൺഫോർച്ചുനേറ്റ്ലി അവർ സയൻസുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയും അത് അവരുടെ പോളിസി ഡിസിഷനിൽ പല മിസ്റ്റേക്സ് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ വാസ്തവം ഇതാണ്, ഇൻഡോർ സ്പേസസിൽ മാസ്ക് നമുക്ക് നിർഭാഗ്യവശാൽ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഇൻഡോർ സ്പേസസിൽ ഉള്ളവർ മസ്റ്റ് വെയർ ഐദർ an N95 or a surgical mask, and especially older people. കാരണം ഈ പാൻഡമിക്കിൽ ഒരു സത്യമുണ്ടെങ്കിൽ അത് ഇറ്റ് ഇസ് ദാറ്റ് older people have bad outcomes. അത് അവരുടെ ശാപമാണെന്ന് കരുതാം. അത് older people നേരിട്ടോ പരോക്ഷമായിട്ടോ, അതായത് അവരുമായിട്ട് അടുത്ത് താമസിക്കുന്നവർ they have to be very very careful. Unfortunately ഇത് വാസ്തവമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ചുരുക്കിയുള്ളത്. അവര് ആ ഒരു വെസ്റ്റേൺ വേൾഡില്, പാശ്ചാത്യ ലോകത്ത് അതൊന്ന് റിലാക്സ് ചെയ്തതിൻ്റെതായ ഒരു പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് പുതിയ? തീർച്ചയായിട്ടും നമ്മളിപ്പോ യൂറോപ്പിൽ ഒരു സർജ് വരുന്നത് കാണുന്നുണ്ട്. അത് പറയപ്പെടുന്നത് ഈ മാസ്കിന്റെയും മറ്റും ഒക്കെ ഉപയോഗം മാറുന്നതുകൊണ്ടാണ്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ട്. അത് നമ്മുടെ ഡിസ്കഷൻ സമയത്ത് ഞാൻ സംസാരിക്കും, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അത് പറഞ്ഞു പിടിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഡോക്ടർ സജീഷ് പറഞ്ഞ പോലെ ഇവിടെ കേസ് കൂടുന്ന ആ ഭാഗങ്ങളിൽ കേസ് കൂടുന്നത് പാൻഡമിക് അവസാനിച്ചു, ഇനി എല്ലാവർക്കും തോന്നിയ പോലെ ആകാം എന്ന് ഭരണാധികാരികൾ അടക്കം പറയാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, ഇങ്ങനെ ഞങ്ങൾ ഇനിയും മാസ്ക് വയ്ക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ ജനങ്ങൾ എപ്പോഴും ഭരണാധികാരികൾ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ കൂടുതലും അതിനെ അനുസരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിനെ തുടർന്നുള്ള ബിഹേവിയറായിട്ടുള്ള പെരുമാറ്റ രീതികളിൽ ഗണ്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാകണം സോഷ്യൽ മിക്സിംഗ് കൂടിയത് കൊണ്ടാകണം ഈ കേസുകൾ കൂടുന്നതെന്നാണ് വിലയിരുത്തൽ. ഓക്കെ, ദീപു, രാജീവ് ഒരു 1-2 മിനിറ്റുകൾ കഴിഞ്ഞ് രാജീവിലേക്ക് ഞാൻ വീണ്ടും വരാം. കാരണം അടുത്തത് നമുക്ക് വീണ്ടും കോവിഡിന്റെ അടുത്തത് എങ്ങനെയാണ് 4ാം തരംഗം ഉൾപ്പെടെ ഇനി അതിന്റെ ആ ഒരു രാജീവ് എപ്പോഴും പറയുന്ന ആ സൈക്ലിക്കൽ ബിഹേവിയറിന്റെ കുറിച്ചൊന്ന് നമുക്ക് കുറച്ചുകൂടെ അല്പം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ ദീപുവിലൂടെ ഒന്ന് പോയിട്ട് വരാം. ദീപു, റെഡി? ആർ യു റെഡി ദീപു? Dr. Sajeesh, can you hear me? ഓക്കെ, കേൾക്കാമല്ലോ. കേൾക്കാം. ഓക്കെ, വെരി ഗുഡ്. ദീപു, ഞാൻ പ്രധാനമായിട്ട് ഇപ്പൊ രാജീവ് പറഞ്ഞത് ദീപു കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് ദീപു ഇപ്പോ ഈ ആൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കോവിഡിന്റെ ബിഹേവിയറിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുള്ളതാണ് ദീപു. ക്ലിനിക്കലായിട്ട് പേഷ്യൻസിനെ കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സിലും എല്ലാ കണക്കുകളും ദീപുവിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു 2ാം തരംഗം കഴിഞ്ഞൊരു 3ാം തരംഗവും അത് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കോവിഡിന്റെ നിലവാരം എന്താണ്? വിവിധ സംസ്ഥാനങ്ങളിലെ മാസ്കിന്റെ ഉപയോഗങ്ങളും ഓരോരോ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് അതിനെ ഇപ്പോൾ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ കാണുന്നത്?
അതിനെക്കുറിച്ചൊന്ന് ദീപു സർ. So this is the report that we gave to the hello, can you see and hear properly? കേൾക്കാം ദീപു. Okay, sure. Okay, നമ്മളുടെ IIT കാൺപൂർ CII റിസ്ക് സർവൈലൻസ് സെന്ററിന്റെ മേജർ 2 സ്റ്റഡീസ് ഇപ്പൊ നടത്തിയതിന്റെ മേജർ ഫൈൻഡിങ്സ് ആണ്. Just let me run through the numbers quickly, then it's easy to discuss later. So mathematically we look at a pandemic system as a time series. ഇത് കുറച്ച് ഓളി വെച്ച് അല്പം ഓളി കൂട്ടാമോ? Is it better now? Better? Is it better? Okay, fine. Okay. So when you look at the virus dynamics, let's look at the time series T0. T0 എന്ന് പറയുന്ന സമയത്താണ് ഒരു പുതിയ ഒരു മ്യൂട്ടന്റ്, എനി വേരിയന്റ് ഓർ എനി വൈറസ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സിസ്റ്റം. അതുവരെ കുറച്ച് ഇൻഫെക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ദർ ഈസ് ആൻ എക്സിസ്റ്റിംഗ് വേരിയന്റ് ഉണ്ടായിരുന്നു. അതിന്റെ R0 ഒരു R എന്നുള്ള ഒരു വാല്യൂ എടുക്കുക. റോ എന്ന് പറയുന്നത് റീച്ച് എന്ന് പറഞ്ഞാൽ എത്ര പോപ്പുലേഷന്റെ എത്ര ശതമാനം ആൾക്കാരുടെ ഉള്ളിൽ ഈ പാൻഡമിക് ആക്റ്റീവ് ആണെന്നുള്ളതിനെയാണ് നമ്മൾ റീച്ച് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വാല്യൂ ആണ് ഇനീഷ്യലി. അവിടുന്ന് ഒരു T0+D എന്നുള്ള ടൈം കഴിയുമ്പം നമ്മൾ ബേസിക്കലി കാണുന്നത് ഈ R0 എന്ന് പറയുന്ന വാല്യൂ പിന്നെ AR അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻക്രീസ് ഉണ്ടാവുന്നു. കാരണം ആൾക്കാരിൽ കൂടുതൽ സ്പ്രെഡ് ആവുന്നു. അപ്പം ആ പുതിയ വേരിയന്റ് പഴയ വേരിയന്റിനെ ഓവർടേക്ക് ചെയ്യുന്നു. സോ ഇറ്റ് ഹാസ് എ ഹയർ R0 വാല്യൂ, AR എന്നുള്ള വാല്യൂ വരുന്നു. റീച്ച് ഇപ്പോഴും ഇറ്റ് ഈസ് അബൌട്ട് സെയിം ഇൻ ദ പോപ്പുലേഷൻ, അതേ പോപ്പുലേഷനുള്ളിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നു. ദെൻ ഒരു അനദർ ടൈം വാല്യൂ T0+G എന്ന് പറയുന്ന ടൈമിൽ വിച്ച് ഇസ് ലാർജർ ദൻ D. ഈ R0 എന്ന് പറയുന്ന വാല്യൂ, അതായത് പുതിയ വേരിയന്റ് വെച്ചിട്ടുള്ള R0 എന്ന് പറയുന്ന വാല്യൂ R' എന്നുള്ള വാല്യൂ സ്റ്റെബിലൈസ് ആവുന്നു. റീച്ച് കണ്ടിന്യൂ ടു റിമെയിൻ ഇൻ ആക്ച്വലി റീച്ച് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റ് ആണ്. അവിടുന്ന് R0 സ്റ്റെബിലൈസ് ആയി പിന്നെ പോപ്പുലേഷനോട് റീച്ച് റൈസ് ആവുന്നത്. ലാസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ T0+H എന്ന് പറയുന്ന കേസിൽ R0 R' എന്നുള്ള വാല്യൂവിൽ സ്റ്റെബിലൈസ് ആവുന്നു. റീച്ച് കൂടുതൽ പോപ്പുലേഷനായ ആൾക്കാർ ഇതിന് വരുന്നു, അവർക്ക് അസുഖം വരുന്നു, ക്യൂർ ആവുന്നു, കൂടുതൽ ആൾക്കാർക്ക് ഇതിന് ആന്റിബോഡീസ് വരുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ റോ അറ്റ് S' സ്റ്റെബിലൈസ് ആവുന്നു. അപ്പം ഈ ബേസിക് മാത്തമാറ്റിക്കൽ അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സിമുലേഷൻസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്തത് വി സ്റ്റഡി ട്രജക്ടറീസ് ഓഫ് കോവിഡ് ഇൻ 21 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഡെൽറ്റ വേവ്. അപ്പം ഡെൽറ്റ വാസ് ആൻ ആക്റ്റീവ് വേരിയന്റ് ആൻഡ് ഡെൽറ്റയുടെ മുമ്പുള്ള വേരിയന്റിന് ശേഷം ഡെൽറ്റ വന്നപ്പോൾ എന്ത് മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ള നമ്മൾ നോക്കിയത്. ഈ 21 സ്റ്റേറ്റ്സ് റെപ്രസെന്റ് മോർ ദാൻ 90% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. സോ ചെറിയ സ്റ്റേറ്റ്സുകൾ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും ബിക്കോസ് ദർ ഈസ് numbers are so small and they were not very believable numbers also, some of them. And നമ്മൾ മെയിൻ ആയിട്ട് ഒരു 7 ഫാക്ടേഴ്സിനെയാണ് സ്റ്റഡി ചെയ്യാൻ നോക്കിയത്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഫസ്റ്റ് ഫാക്ടർ, സെക്കൻഡ് ഫാക്ടർ ഫ്രാക്ഷൻ ഓഫ് സസെപ്റ്റബിൾ പോപ്പുലേഷൻ, ഈ എത്ര ശതമാനം ആൾക്കാരിൽ ഇനി കോവിഡ് പടരാനുണ്ട്. അതായത് വളരെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൗത്ത് കൊറിയയിൽ ഇപ്പോൾ ഒത്തിരി വളരെ കോവിഡ് ആക്റ്റീവ് ആണ്. ബട്ട് ഒമൈക്രോൺ വരുന്നതിന് മുമ്പ് നോർത്ത് കൊറിയയുടെ റീച്ച് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയുടെ റീച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് 10%. or only 10% of the population was exposed to COVID. 90% വളരെ zero COVID policy കാരണം 90% of the people was outside the ambit of COVID. അതുകൊണ്ടാണ് ഇപ്പോൾ ഒമൈക്രോൺ അവിടെ ആ 90% of the population അവരങ്ങ് പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും the numbers, daily numbers shoot up. So lot of the time we know the medical capacity. Let's say ഒരു നമ്മുടെ മൊത്തം ഇന്ത്യയിൽ മൊത്തം 3 ലക്ഷം ബെഡ് ഉണ്ട് ഹോസ്പിറ്റലായിട്ട് വിച്ച് ക്യാൻ ബി കെപ്റ്റ് അസൈഡ് ഫോർ മാനിങ് ദിസ് പാൻഡമിക്. അങ്ങനെയെങ്കിൽ control measures are designed in such a way that the peak remains below 3 lakh so that your resources are not stretched. അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും എല്ലാ കൺട്രോൾ സിസ്റ്റംസും, പാൻഡമിക് കൺട്രോൾ സിസ്റ്റംസും എല്ലാ സ്ട്രാറ്റജീസും ഡിസൈൻ ചെയ്യുന്നത്. സോ സസെപ്റ്റബിൾ പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ ഇനി ഒരു വേവ് വന്നാലും ഇത് സ്പ്രെഡ് ആവാൻ ഇനി കൂടുതലായിട്ടൊരു വേവ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേസമയം ഫ്രാക്ഷൻ ഓഫ് സസെപ്റ്റബിൾ പോപ്പുലേഷൻ കുറവാണ്, ഓൺലി 10% ഓഫ് ദ പീപ്പിൾ ആർ റിമൈനിങ് ടു ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു വേവിന്റെ എഫക്ട് വളരെ കുറവായിരിക്കും. പിന്നെ പെർ ക്യാപിറ്റ ഇൻകം അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. കാരണം പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ഈ സ്റ്റേറ്റ്സിന്റെ എത്ര ടെസ്റ്റ് പെർ പേഴ്സൺ ചെയ്യുന്നുണ്ട്, അത് ഹൗ മെനി, അത് NTP 2 വാല്യൂസ് നമ്മൾ NTPR-ഉം ടെസ്റ്റ് പെർ പേഴ്സൺ നോക്കിയിരുന്നു. ടെസ്റ്റിംഗ് സ്ട്രാറ്റജി, ആർ യു ടെസ്റ്റിംഗ് ഓൺലി സിംറ്റമാറ്റിക് പീപ്പിൾ, ആർ യു ചേസിംഗ് ദ പാൻഡമിക്, ആർ യു ഡൂയിങ് റാൻഡം ടെസ്റ്റിംഗ്, ഈ സ്ട്രാറ്റജീസ് ഡിഡ് ദേ ഹാഡ് എനി ഇമ്പോർട്ടൻസ്. Accessibility എന്ന് വെച്ചാൽ കണക്ടിവിറ്റി, people can go from place A to place, the mountainous states, good amount of highways, all these factors were considered as accessibility. And the last one is super spreader events, elections,
festival gatherings, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, did they have any impact on the speed of spread? So most importantly, ഇത് പടരുന്ന റേറ്റ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നമ്മളുടെ ഫൈൻഡിങ്സ് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. ബേസിക്കലി the fraction of susceptible population and the population density were almost completely determining the speed of spread. Okay, none of the other factors, per capita income, population, the accessibility, super spreader events, statistically they did not have much influence on the speed of spread. Okay, രണ്ടാമത് നമ്മൾ നോക്കിയത് 3 type of immunities. മോഡൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, ബട്ട് വി നൗ ഹാവ് എ മെക്കാനിസം ടു മോഡൽ ഇറ്റ്. 3 type of immunity. വാക്സിൻ കൊണ്ടുണ്ടാവുന്ന ഒരു ഇമ്മ്യൂണിറ്റി, വാക്സിൻ ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അസുഖം വന്നു പോകുന്നതിന് ഉണ്ടായ ഒരു ഇമ്മ്യൂണിറ്റി. ലാസ്റ്റ് ഇസ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. You either got vaccinated and transmitted COVID, or you got COVID and then got vaccinated. Either one of it. Did they provide any protection against Omicron? അതിനെപ്പറ്റി, ഒമൈക്രോണിനെ പറ്റിയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. Here we took countries, okay, 15 countries where there is believable zero survey, because നമ്മുടെ മോഡൽ കാലിബ്രേറ്റ് ചെയ്യണം. സീറോ സർവേ ആയിട്ട് എവിടെയെങ്കിലും കാലിബ്രേറ്റ് ചെയ്താലേ prediction നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട് ബിലീവ്. ഓക്കെ, സോ ഫസ്റ്റ് വി ലുക്ക്ഡ് അറ്റ് വാക്സിൻ ഇമ്മ്യൂണിറ്റി, ഓൺലി ബൈ വാക്സിൻ ഇമ്മ്യൂണിറ്റി. സോ 2 ക്ലിയർ കോഹോർട്സ് ഇതിൽ കാണാം. So you look at the bottom cohorts: Ethiopia, South Africa, UK, India, Nepal, Bangladesh in bottom. Then you have Israel, Italy, US, Greece, Spain, Canada countries at the top. Okay, so vaccine only immunity before Omicron, adana x-axis ullathu. Adu and increase in reach. So if you look into this, the countries that had high percentage of vaccine only immunity, their reach value, okay, the increase in reach was a higher percentage. So when you say people had high amount of vaccine immunity or vaccine induced immunity, but still Omicron spread, the conclusion typically means there is an immunity loss. And the interesting thing is, if we mathematically look into this, the immunity loss is actually proportional to the vaccine only immunity. So you will get Omicron if you are mostly depending on vaccine only immunity. Yes, it will prevent serious case, it will prevent hospitalization, it will prevent deaths and everything. But whether you will get the disease or not, you will not get the disease, that kind of assurance could not be given from the vaccine induced immunity only. But when you look at the natural immunity, if you look into this is the increase in reach. So if you look into it, the percentage of population with the natural immunity. So the high percentage, so if you look into this, the bottom, there are 2 clear clusters: Brazil, Jordan, Ethiopia, Oman, India, South Africa is the bottom cluster, where there is about 83% natural immunity existed before COVID, before the Omicron. And there are countries, Greece, Israel, Italy, where there was more vaccine-induced immunity, but had less amount of natural immunity. And you can see that the immunity loss is inversely proportional to natural immunity. So the higher protection was obviously provided by natural immunity. That's the statistical conclusion coming out of. And the last one is the hybrid immunity, or the whether you got the vaccine and COVID, or COVID or vaccine. And if you look into this, there is almost no R square. The variability or the system could not be explained by the independence. There is total independence in this system. Both these sets are independent. The idea is that the immunity loss is independent to hybrid immunity, means the loss of hybrid immunity was relatively very, very low, which is full protection. When we say it is very minimal, it's statistically we are saying it's insignificant. So the last part, this is the last slide we have, and what happens is increase in Omicron. Dr. Deepu, can you explain a little bit on the last slide, please? I think you went a little too fast. The previous one, okay. Hybrid. Okay. So the hybrid. Slow down just a little, please. Can you slow down? Okay, will do. So if you look into the way we looked into this, the x-axis says the percentage of oh my god, okay, hold on. Okay, the x-axis says the percentage of hybrid immunity existed before Omicron, and that is the intersection of the, if you look into, if you can estimate the natural immunity, and if you can estimate the vaccine induced immunity, the hybrid immunity is the intersection of both sets. So you can do the product of it, and you will be able to estimate the percentage of the population that's having the hybrid immunity. Okay, and the y-axis was the increase in reach. So due to Omicron, if you the increase in reach means more people will get infected, the number of infections reported will be large in the figure. So if you look into this, the previous cases, there is 2 clear grouping. There is also a very good fit. You can see that it follows a trend, and 2 clear
patterns comes into this. Whereas if you look into the hybrid immunity, the equation, the y is equal to that equation that we put, the r square is, if you look in the previous two cases, you can see that about 94% and 86% of the variability in the system is explained by the model itself. Whereas when you come to the hybrid immunity, 0%, r square is 0, which means none of the variability is explained by the model that we are putting in. That, in a way, is the statistical conclusion is immunity loss is independent of the hybrid immunity. So, or in another way to think about it is, if you had hybrid immunity, this can only happen if you get if the number of people who are getting infected by Omicron was very negligible, if they had hybrid immunity. So we kind of call it as full protection by hybrid immunity. But even though it's not full protection, but it's statistically, it's like at 95% confidence level, it's 5%. So it was ignored at that level. Okay, hang on. For our viewers, I'm looking at your box here. It says it's a double negative. Okay, immunity loss is independent of hybrid immunity. Can you explain that in plain terms for our audience, please? So, so if you are saying that, so if you are, let's say, something like disease spreads more in areas where there is something like that, yeah. I am trying to, because it's conditional probability, I'm trying to think about double negatives can be very hard for the audience. Yes, true. So let's say there is one place where there is people who got COVID and also had a high level of vaccine also. So they had some type of, they had vaccine and they got COVID, or they got COVID and they got vaccine. Let's say a scenario exists in two different places. And the third place there is only vaccine immunity, only vaccine induced immunity is there. Then the spread of Omicron will be very, you cannot distinguish the spread of Omicron in that first two places where the people who got COVID and vaccine, or vaccine and COVID, you cannot distinguish them because it will not, but it will not significantly differ from each other. But if you look at the third place where there is only vaccine, only induced immunity is there, then that place you can see there is a definite spike due to Omicron. So because the immunity loss caused due to vaccine only immunity can be, this is the best I think I can explain. Otherwise, I have to go to conditional probability. I don't know how to, whether I can explain conditional probability. Thank you. Yeah. വാക്സിൻ മാത്രമുള്ളവരിലും വാക്സിൻ എടുത്തവരിലും എടുത്തിട്ട് കോവിഡ് വന്നവരും കോവിഡ് വന്നിട്ട് വാക്സിൻ എടുക്കുന്നവരിലും ഒമൈക്രോൺ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ബെറ്റർ അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ലൈക്ക് ഒരു വലിയൊരു ഒരു വേവ് പോലെ അത് കാണത്തില്ല അതിൽ ആക്ച്വലി. അപ്പൊ ഹൈബ്രിഡിന് വലിയ റോൾ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു പോപ്പുലേഷൻ, ഒരു റീജിയനിൽ ഈ സംഭവം സ്പ്രെഡ് ചെയ്യുന്നതിനെ ഹൈബ്രിഡ് കാര്യമായി തടുക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്, ശരിയല്ലേ? അത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മുടെ അടുത്ത് എവിഡൻസ് ഇല്ല ആക്ച്വലി. ഇപ്പം ഓക്കെ, സോ അതുകൊണ്ട് നമ്മളുടെ ഒരു വാട്ട് ഇസ് ദി ഇമ്പാക്ട് ഓഫ് ദ ഒമൈക്രോൺ വേവ്. So if you look into this increase in reach, the countries that, and so the factor by which the Omicron peak is higher than the previous one, that is in the y-axis, and the x-axis is increase in reach in the percentage. Okay, so if you look into the increase in reach in percentage, the countries, the US, Italy, Canada, Spain, Greece, Israel, which had high level of vaccine induced immunity and lower level of natural immunity, okay, their factor by which the Omicron peak was higher is about 4 to 8%, 8 times. Okay, they had significant larger peaks. But the countries that have more persistence of natural immunity, or people who had contracted COVID, and or we call these countries which had here not that strictly, in another way to say that they actually had a very prevalent strains of COVID in the society, and so they had gained natural level of antibodies. Their peak was within a factor of 3 approximately. The peak did not go by like 4 to 6 times what was seen in the countries where more of the vaccine only immunity was observed. But again, this, as I said, this is a statistical analysis based on, and we are now trying to do it for 40 countries
who have been willing to, who have just shared their zero survey data. Because most of the zero survey happens in many of these countries among the doctors and hospital people, people who donate the blood and those kind of stuff, which is very difficult for us to use to calibrate the model because they have inherent bias. So we only take the places where the zero surveys are believable, are conducted on randomly large number of populations. So these are the 15 countries that we looked, and we think this is the current analysis. But we hope these reports, the detailed reports, are available in our website. You can go to icrcs.in, which is our ITK Risk Surveillance Center. And just to show the last screen, this is our last simulation of, and I'm done after this. This is how we simulated the, you can probably see our, see the screen, I hope. This is the India's COVID wave, and this blue line is the actual data. And this golden color, the orange line that you see, is the data that is computed, the peak data that is computed by our Sutra model as such. And in this, if you look into the data and the estimate of the population that has immunity at this point, this was calibrated against the zero survey, the last zero survey that ICMR was published in last July, and then we can back calibrate the model. So currently, the estimate is about 98% of the population in India has some level of immunity. That's a percentage of the society within which they should have antibodies. It's a model estimate. We really think the accuracy we are looking at is about 0.68 or 69% accuracy is that. That's what we are looking at. So even if you take multiply that with 0.69, then you're still looking at a larger percentage of the population. The reason this accuracy is bad because after 2021 August, there was no zero survey in India. So if they do a zero survey and come up with this new data, then we can calibrate the model and can have a better stuff. But the reasonably okay predictions kind of tell us that unless there is a new strain that is coming in, which we don't know whether it will come or not come, the peak due to an Omicron, another peak due to Omicron, if we can, is lesser probable, looks like. Okay, and I guess I'm done with the stuff. Dr. Rajeev? Yes, clear. I'm done. ദീപു കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ആഴ്ചയും വളരെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നതാണ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പീക്കുകളും, അതായത് സംസ്ഥാനങ്ങളും മേജർ ടൗണുകൾ ഉൾപ്പെടെ നമ്മൾ പ്രഡിക്ഷനുമായി ഒന്നിച്ച് കോറിലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് തന്നെയാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ നമ്മൾ ബാക്കി വെച്ചൊരു ചോദ്യത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരിലും കൂടെ ഒന്നുകൂടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം ഞാൻ ഈ മാസ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കോവിഡിന്റെ അവസ്ഥകളും കോവിഡ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെയും ഇനി വരാനുള്ള ഒരു പ്രഡിക്ഷനെയും നമ്മളൊരു ശാസ്ത്രീയമായിട്ടുള്ള, നേരത്തെ രാജീവ് വളരെ വ്യക്തമായി കഴിഞ്ഞു, നമ്മൾക്ക് സത്യസന്ധമായി നമ്മൾക്ക് അറിയില്ല എന്ന് പലപ്പോഴും പറയുന്നതാണ് ശാസ്ത്രം, സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി എന്താണ് അടുത്തത് മുന്നോട്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവിടെ പ്രത്യേകിച്ച് മറ്റു ചികിത്സാ വിധികള്, വാക്സിന് ഒന്നിലോട്ട് നമ്മൾ കടക്കുന്നില്ല. അടുത്തത് ഒരു 4ാം തരംഗം. ഞാനത് പറയുമ്പോൾ വീണ്ടും ഞാൻ വളരെ ഒരുപാട് ആലോചിച്ചാണ് വീണ്ടും അത് പറയുന്നത്. കാരണം വീണ്ടും അതൊരു സ്ട്രെസ് കൊടുക്കുമ്പോൾ വീണ്ടും ആളുകളിൽ വീണ്ടും ഒരു ആശങ്കയും, വീണ്ടും തീർന്നില്ല ഇനിയും പ്രശ്നമാണോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരു സയൻസ് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് വീണ്ടും പറയുന്നത്. അപ്പം 4ാം തരംഗത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ദീപു പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങും. ദീപിന്റെ ഗ്രാഫില് അവസാനത്തെ ആ ഒരു പീക്ക് ഇനി എന്നായിരിക്കും, അല്ലെങ്കിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ എന്ത് തരത്തിലായിരിക്കാം. പൊതുവെ ഒരു എപ്പിഡെമിയോളജിക്കൽ വിദഗ്ധൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ പലതരം സ്റ്റഡികളെ, ലോകത്തെമ്പാടുള്ള സ്റ്റഡികളെ അനലൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ എങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഒരു പ്രഡിക്ഷൻ അല്ല, അതിനൊരു നമ്മൾ മുൻകൂട്ടിൽ കാണുന്നത് എങ്ങനെയായിരിക്കും എന്ന് 1. 2, അവിടെ നമ്മുടെ മാസ്കിന്റെ ഉപയോഗം എങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനെ നിശ്ചയിക്കേണ്ടത്, അതിനെ മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. രാജീവ് തുടങ്ങിയ ദീപു രണ്ടാമത് ഏറ്റെടുക്കാം. അപ്പൊ ഇത് നല്ല ചോദ്യമാണ്. അപ്പൊ അതില് എനിക്ക് ആദ്യം അതേപറ്റി പറയാനുള്ളത്, നമുക്ക് ഈ ഇൻഡിവിജ്വൽ ഹെൽത്തും പബ്ലിക് ഹെൽത്തും രണ്ട് വിഷയങ്ങളാണ്. വെരി ഡിഫറെന്റ്. ഇൻഡിവിജ്വൽ ഹെൽത്ത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ
ഗ്രൂപ്പിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെൽത്ത് ഓഫ് ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ പബ്ലിക് ഹെൽത്ത് പോളിസീസ് എപ്പോഴും എടുക്കുന്നത് ഒരുപാട് പേരുടെ വെൽബീയിങ്ങിന്റെ ലോങ് ടേം വെൽബീയിങ് ആസ്പദമാക്കിയിട്ടായിരിക്കും. പലപ്പോഴും ഇൻഡിവിജ്വൽ ഹെൽത്തിന് ഗുണപ്പെടും എന്ന് തോന്നുന്ന കാര്യമായിരിക്കണമെന്നില്ല ഒരു പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ വരും. അത് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. കാരണം when you live in a society, there are some things that we have to do for public health. ഉദാഹരണത്തിന് നമ്മളിപ്പോ വീട്ടിൽ ചിരട്ട കമഴ്ത്താൻ അവർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ചിരട്ട കമഴ്ത്തുകൊണ്ട് ഇവിടെ കൊതുക് ഇല്ലാതാകും. പക്ഷെ അങ്ങനെയല്ല. വി ഹാവ് ടു കോഓപ്പറേറ്റ്, വി ഹാവ് ടു ഹെൽപ്പ് ഔട്ട് in our own way, so that unless everybody helps out, the problem will not be solved. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഫോർത്ത് വേവിന്റെ ഇത് വരാൻ പോകുന്നത്. ഫോർത്ത് വേവ് എന്ന് വരും എന്നുള്ളത്, ഇഫ് യു ലുക്ക് അറ്റ് ഹിസ്റ്ററി, ഇന്ത്യയിൽ ഇപ്പോൾ പ്രധാനമായും 3 വേവ് ആണ് വന്നതെങ്കിലും ഇഫ് യു ലുക്ക് അറ്റ് മൈക്രോസ്കോപ്പിൽ കേരളത്തിന്റെ മാത്രം തരംഗം എടുക്കുകയാണെങ്കിൽ കേരളത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, കേരളത്തിലെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മികച്ചതായതിനാൽ നമ്മുടെ കൗണ്ടിങ്ങും നമ്മുടെ റിപ്പോർട്ടിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വി ആർ ക്ലോസസ്റ്റ് ടു ദ ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഈ കോവിഡിന്റെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഈ ചിത്രം ഏറ്റവും ഭംഗി, ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ പോവുകയാണ്. ഡ്രോയിങ് കോമ്പറ്റീഷൻ പോകുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ചിത്രം വരയ്ക്കുന്ന ആൾക്കാണ് പ്രൈസ് കൊടുക്കുന്നത്. അതുപോലെ കേരളത്തിനാണ് അതിന്റെ പ്രൈസ് വരാൻ പോകുന്നത്. കാരണം ഇതെങ്ങനെ നടന്നു എന്നുള്ളത് കൃത്യമായി ഏകദേശം വരച്ച് കാണിച്ച ഒരു സംസ്ഥാനം നമ്മുടേതാണ്. അപ്പോ കേരളത്തിന്റെ ഒരു നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 3 waves അല്ല ഇവിടെയുള്ളത്. ഇങ്ങനെ ഒരു സ്ലോ ബേൺ മാറി നിൽക്കുകയും ഇടയ്ക്ക് ഒക്ടോബർ 2020 ഒന്ന് കൂടിയിരുന്നു, അതിനുശേഷം ജനുവരി 2021 കൂടിയിരുന്നു, അതിനുശേഷം ഒന്ന് താഴ്ന്നിരുന്നു, താഴ്ന്നതിന് ശേഷം അത് 2021 മെയ്യിൽ ഡെൽറ്റ വന്നതോടുകൂടി വീണ്ടും കൂടി. ഡെൽറ്റ ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിൽ അവസാനിച്ചു എന്ന് പലരും പറഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മൾ കേസുകൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഒരു പരിധിവരെ അത് കേസ് ഉണ്ടായിരുന്നതുകൊണ്ടും മറ്റൊരു ഘടകം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ്. പിന്നെ ഉള്ളത് പാരിസ്ഥിതികമായിട്ടുള്ള പല ഘടകങ്ങളും കേരളത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പുഷ്പവിമാനമില്ലേ, അതായത് ഈ വൈറസ് സഞ്ചരിക്കുന്ന എയറോസോൾ എന്ന് വിളിക്കുന്ന 5 മൈക്രോണിൽ താഴെ വലിപ്പമുള്ള ജലകണങ്ങൾ. ഈ ജലകണങ്ങളുടെ ആയുസ്സും അവയുടെ സഞ്ചാരപഥവും നിർണ്ണയിക്കുന്നത് പല പാരിസ്ഥിതിക ഘടകങ്ങളാണ്. നമ്മുടെ ഹ്യൂമിഡിറ്റി, ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി, അതുകൊണ്ടാണ് ജനലൊക്കെ അടച്ചിരിക്കുക. ഹ്യൂമിഡിറ്റി, അതുപോലെ ടെമ്പറേച്ചർ, വിൻഡ് സ്പീഡ്, അങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മളുടെ അറിവിന് അതീതമായിട്ടുള്ള പല ഘടകങ്ങളും ഇതിനെ സ്വാധീനിച്ചിരിക്കുക. അപ്പോൾ ഇത് ലീനിയർ റിലേഷൻഷിപ്സ് അല്ല, ഇതൊന്നും ലീനിയർ റിലേഷൻഷിപ്പ് അല്ല. നമ്മൾ വിചാരിക്കാം ഒന്നാ ഹ്യൂമിഡിറ്റി കൂടി എന്നാൽ കുറയും, അങ്ങനെയല്ല. ഇതെല്ലാം ഫിസിക്സ് ഒരുപാടുള്ള ജേർണൽ ഓഫ് ഫിസിക്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് വന്നിട്ടുള്ളത്. അത് വായിച്ചെടുക്കാൻ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം അത് ഹാർഡ് കോർ ഫിസിക്സ് ആണ് ഇതിലുള്ളത്. ഇപ്പൊ നേരത്തെ ഡോക്ടർ ദീപു പറഞ്ഞ പോലെ ഹാർഡ് കോർ ഫിസിക്സും മാത്തമാറ്റിക്സും ഉള്ള പല സംഗതികളും ഇതിനകത്തുണ്ട്. അത് നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരുത്. ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി ഡോണ്ട് നോ അബൌട്ട്. ഡോക്ടർ സജീഷ് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വയ്യാത്തതുണ്ട്. ഇതിനെപ്പറ്റി നിരന്തരം ഒരു ദിവസം 12 മണിക്കൂറിലധികം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് സംഗതികളുണ്ട്. സോ ഐ റെസ്പെക്ട് ദോസ് തിങ്സ്. അപ്പോൾ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എന്ന് വരും എന്നുള്ളത് എനിക്കറിയില്ല. ഐ ഹാവ് നോ ഐഡിയ. ഇറ്റ് വിൽ കം എന്നുള്ളത് എനിക്കറിയാം, ബട്ട് ഐ ഹാവ് നോ ഐഡിയ വെൻ ഇറ്റ് വിൽ കം. ഇനി സൗത്ത് ആഫ്രിക്കയുടെ കണക്കെടുക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ കൃത്യം ടു ദ ഡേ ലൈക്ക് എ മെട്രോണോം 6 മാസം കൂടുമ്പോഴാണ് ഒരു വേവ് ഉണ്ടാകുന്നത്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻസ്. യു ആസ്ക് മീ, ഐ ഹാവ് നോ ഐഡിയ. ഞാനല്ലേ ഈ വൈറസിനെ ഉണ്ടാക്കിയത്, ഐ ഹാവ് നോ ഐഡിയ. പക്ഷെ ദേ ഹാവ് എ മെട്രോണോമിക്കൽ പാറ്റേൺ, വളരെ കൃത്യമായിട്ട് എവറി 6 months ഇറ്റ് ഹാപ്പൻസ്. ഇനി ഓരോ രാജ്യത്തും ഓരോ വ്യത്യസ്തതയുണ്ട്. ലൈക്ക് ഡോക്ടർ ദീപു സെഡ്, പല രാജ്യത്തും ചില പോപ്പുലേഷൻ ഡെൻസിറ്റി, അവരുടെ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ട്രാവൽ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് സംഗതികൾ, സൂപ്പർ സ്പ്രെഡിങ് ഇവന്റ്സ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. ചൈനയിലാണ് ഇപ്പോൾ സ്പ്രിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞത്. ചൈനയിലെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. യു ട്രാവൽ ആൻഡ് എവറിബഡി ഗെറ്റ്സ് ടുഗദർ, അങ്ങനെ ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പല രാജ്യത്തും ഉള്ളതുകൊണ്ടും രണ്ടാമത്തേത് ഈ വൈറസിന് രാജ്യം ഏതാണെന്ന് അറിയില്ല. ഇറ്റ് ജസ്റ്റ് ലുക്സ് അറ്റ് ഏരിയാസ് ഓഫ് പീപ്പിൾ. എർത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബ് ആണ്. ഇറ്റ്സ് എ പീസ് ഓഫ് റോക്ക് വിച്ച് ഹാസ് ബിറ്റ് ഓഫ് വാട്ടർ അലോങ് വിത്ത് ഇറ്റ്. അപ്പൊ ആ റോക്കിൽ ഇത് എവിടെയെല്ലാം പടരുന്നു എന്നുള്ള, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഞാൻ പറയാറുള്ള ഒരു എക്സാമ്പിൾ, നമ്മുടെ ഒരു റൊട്ടി കഷ്ണത്തിൽ പൂപ്പൽ ഉണ്ടാകുന്ന പോലെയാണ്. റൊട്ടി കഷ്ണം നോക്കി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു അറ്റത്തെ പൂപ്പൽ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു ഭാഗത്ത്. എല്ലായിടത്തും ഒരുപോലെ വരികയില്ല.
എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു അവ്യക്തതയുള്ള ചില ഘടകങ്ങളാണ്. അപ്പോൾ ഷോർട്ട് ആൻസർ ടു ഡോക്ടർ സജീവ്സ് ക്വസ്റ്റ്യൻ, വേവ് വരും. എന്ന് വരുന്നത് നമുക്കറിയില്ല. വേവ് വരുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് വരും. പക്ഷെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഓരോ വേരിയന്റും വരുന്നതിന് ഒരു കോമൺ എലിമെന്റ് ഉണ്ട്. ഇതുവരെയുള്ള വേരിയന്റിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 6 വേരിയന്റോ 5 വേരിയന്റോ എടുത്തു കഴിഞ്ഞാൽ ഒരു കോമൺ ത്രെഡ് ഉള്ളത്, ദേ ഓൾ സ്പ്രെഡ് ഫാസ്റ്റർ ദാൻ ദി അതർ. പുതിയ ഐഫോൺ വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ സാംസങ്ങിന്റെ പുതിയ ഫോൺ വരുന്നത്, പുതിയ മോഡൽ അവർ ഞങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, 5% ഫാസ്റ്റ് ആണെന്ന് പറയുന്നത്. നമുക്കൊന്നും തോന്നില്ല, പക്ഷെ ആക്ച്വലി ഇറ്റ് ഇസ്. അപ്പോൾ അതാണ് കോമൺ എലിമെന്റ്. ഈ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ഫാസ്റ്റർ ആകണമെങ്കിൽ വൈറസിന് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കണം ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഞാൻ പറഞ്ഞ പരിസ്ഥിതിയിൽ ആ ട്രയാങ്കിൾ ഞാൻ വരച്ചു, അതിൽ സർവൈവ് ചെയ്യാൻ സാധിക്കണം. 2, അത് ഒരു മനുഷ്യന്റെ കോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ കോശത്തിന് തുളച്ചകത്ത് കയറാൻ സാധിക്കും. കൊതുക് കടിക്കുന്ന പോലെ ഇറ്റ് ഹാസ് ടു ഗോ ഇൻസൈഡ് അല്ലെ. കൊതുക് വെറുതെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇറ്റ് ഹാസ് ടു പുട്ട് ഇറ്റ്സ് ആ ഒരു കൊമ്പ് നമ്മുടെ അതിന്റെ മുള്ള് നമ്മുടെ ചർമ്മത്തെ പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൊതുകിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ വൈറസ് എൻ്റർ, അപ്പൊ എൻ്റർ ചെയ്യാനുള്ള മെക്കാനിസംസ് ഇത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി മ്യൂട്ടേഷൻസ് ഹാപ്പി. ഇപ്പോൾ BA2 വേരിയന്റ് എന്നൊക്കെ അത്യാവശ്യം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ BA2 വേരിയന്റ് തന്നെ ഒരു വേരിയന്റ് അല്ല, അതിനകത്ത് തന്നെ ഒരുപാട് മ്യൂട്ടേഷൻസുകൾ വരികയും ചിലത് ഇല്ലാതാവുകയും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് നാച്ചുറൽ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വൺ മോർ തിങ് ഐ സേ, ഈ ഒമൈക്രോണിന്റെ ഒരു പ്രത്യേകത, മുമ്പ് ഉണ്ടായിരുന്ന വേവുകൾ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒമൈക്രോൺ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും പേർക്ക് ഇത് വന്നിട്ടുണ്ട്. ക്ലിയർലി ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ. ഇനി അടുത്ത വേരിയന്റ് വരുമ്പോൾ അത് ഫാസ്റ്റ് സ്പ്രെഡിങ് ആണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ അതോടൊപ്പം ഇത് മറ്റെന്തെല്ലാം ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. അത് വരുമ്പോൾ നമുക്കറിയാം. ചിലപ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് വന്നിരിക്കും, അല്ലാതെയും ആകാം. ഐ ഡു നോട്ട് നോ, ബട്ട് ഇറ്റ് വിൽ കം. അതുകൊണ്ട് പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോറിനേഷൻ നമുക്ക് കോളർ നിന്നു, ഇനി തന്നെ നമുക്ക് ക്ലോറിനേഷൻ നിർത്താം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സം മെഷേഴ്സ് നീഡ് ടു കണ്ടിന്യൂ. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ദീപു ഒരു കമന്റ് കൂടെ. Dr. Sajeev, in the main, can you hear me? Yeah. Can you hear me? Yeah. So, just Dr. Rajeev പറഞ്ഞതിന് ഒരു it's a very interesting point. I thought I'll just start with that point by sharing, because he said കേരളത്തിൽ പല രീതിയിലുള്ള waves, it was been there in Kerala. I hope you guys can see Kerala's graph now. Okay. അപ്പൊ ഇതൊന്ന് ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്ന ഒരു പ്രഡിക്ഷൻ ആണ്. അപ് ടു ഡേറ്റഡ് അല്ല, ഇത് ഒരു ഫെബ്രുവരിയിൽ നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നതാണ് ബേസ്ഡ് ഓൺ ദ ട്രജക്ടറി. ഇത് കേരളത്തിൽ 1 ലക്ഷത്തിനടുത്ത് ഇൻഫെക്ഷൻസ്, ഒമൈക്രോൺ ഇൻഫെക്ഷൻസ് വരുമെന്ന് നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നത് ഫെബ്രുവരിയിൽ ചെയ്തിരുന്ന ഒരു പ്രഡിക്ഷൻ ആയിരുന്നു. ബട്ട് യു ക്യാൻ സീ ദർ ഈസ് സോ മെനി സ്മോൾ മൗണ്ടൻസ്, റിഡ്ജസ്, വാലീസ് ആൻഡ് എക്സെട്ര. എനിവേ, എൻ്റെ ഒരു നമ്മൾ ഇത്രയും നാളും കണ്ട ഒരു മെയിൻ ആസ്പെക്ട് വെച്ചിട്ട് ഈ ഒരു വൈറൽ സിസ്റ്റം ഈസ് വെരി ട്രൂലി നോൺ ലീനിയർ. ഈ നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ലീനിയർ ആയിട്ട് തോന്നും, കണ്ട ലീനിയർ ബിഹേവ് ചെയ്യുന്ന പോലെ തോന്നും. ബട്ട് അപ്പൊ ആ ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് ബാക്കി എല്ലാത്തിനും എക്സ്പ്ലെയിൻ. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മാക്സിമം എത്ര 80 അല്ലെ 100 ഇയേഴ്സ് ജീവിക്കും. അതിനുള്ളിൽ നമ്മൾ എത്രയൊക്കെ നോളജ് എടുത്താലും ഈ 1 couple million years എക്സിസ്റ്റ് ചെയ്യുന്ന നേച്ചറിനെ നമുക്ക് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് എ വാലിഡ് പോയിന്റ്. The interesting aspect in all these waves that we have seen in India, at least for some reason, is that ഇനി ഒമൈക്രോണിന് പോലെ ഇനി ഒരു വേരിയന്റ് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് reasonably okay answer is, I think there is going to be another variant, which because mutation can happen due to many reasons, and none of us control the mutation. The virus is very efficient and smart at doing it. So if ഒമൈക്രോൺ കൊണ്ട് ഇനി ഒരു സെയിം വേവ് ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ഒരു ന്യൂ വേരിയന്റ് കൊണ്ട് ഒരു വേവ് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. If the new variant comes in and if it can bypass the immunity that is created, then obviously a wave will come no matter what in that regard. But will the variant come or not? I don't know, and I don't think anybody is the only way to do it is continuously monitor cases, high CT value, titration value ഉള്ളവരുടെ genome sequencing എടുക്കുക, പുതിയ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ആ പ്രോസസ് it has to continue. Every government agency will have to
diligently do it. Anybody coming and reporting a high, not high, actually low value, the low CT cycle value in their RT-PCR test, which means high viral load, or it's an approximation of high viral load. Their genome sequencing has to be done mandatorily. You cannot go away from that. If a new variant comes in, then will it create more death? Will it create panic in the society? Or will it have too many more mortalities, other side effects? I don't know whether, I don't know the answer to that. The chances of that might be relatively less. This is my guess only. One of the reasons is we now have built a lot of capacity, whether it is in oxygen or whether it is in new beds, new treatment, better medicines, better protocols, understanding of this, and those kind of things we have already have. We are not in the initial phase where we are ignorant about the virus. We have some experiential learning. So I think that will help us in tackling a future wave better. We are not prepared. We are not unprepared. We are prepared. So that will contribute significantly. I mean, I have the high regards to the medical fraternity for handling this, doing the learning, and with the training and experience that they have, they will, I'm pretty sure they will be able to deal with much better than how we were shooting in the dark in the beginning of the pandemic. That much I can say after seeing all across the country. Okay. Then the third one is we are now trying to study, quantify the losses or the social impacts of what a lockdown is and how it has affected the society. That need to be quantified because there is one fundamental philosophy. If you can't measure, you cannot manage. So the reason of that. You have to measure, you have to quantify. Your lockdown kondu etra nashtam namukkundai, etra life nammude loss aayi, etra livelihoods poi. Adu nammal quantify cheyanulla shramathilanu, but we are trying to do that. So I don't think we, even if there's a pandemic coming in, we should not get into these drastic measures like state countrywide lockdown, making people like beating. You cannot beat corona with a lathi. Absolutely no way, right? You cannot solve corona by shooting bullets at the people. It has to be dealt as a medical problem. It is not a law and order situation. I really hope people will understand that and learn it and deal with it as a public health issue, not as a law and order situation. This is my comment to that. തീർച്ചയായിട്ടും ദീപു, ഒരു കാര്യം കൂടെ ദീപുനോട് ചോദിച്ചാൽ, മാസ്കിന്റെ ഇന്ത്യയിൽ ഉള്ള മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതും അതെന്താണ്? ഞാൻ ഈ ഒമൈക്രോൺ വേവിന്റെ സമയത്ത് I had driven from Kanpur to Kerala. I drove by myself. You think I'm crazy. I'm certifiably crazy. That's why. ഒരു കാര്യം കൂടെ ഞാൻ നാഷണൽ ലെവലില്, നാഷണൽ ഹെൽത്ത് സെക്രട്ടറി നാഷണൽ ലെവലില് ഓൾമോസ്റ്റ് എവറി വീക്ക് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെയാണ് ചോദിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും മാസ്കിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വിഷയമായിട്ട് ചോദിച്ചത്. So the general mask attitude across India, in what I've seen so far, traveling across the states, is that a lot of the people, especially in the rural parts, are mask averse. They don't really wear. But in there's another part to this puzzle also. Most parts of the North India now, it is going to be summer, extreme hot summer, and there will be lot of dust. And people there have a habit of covering their face with a small layer of cloth called gamcha, which is to prevent you from the dust and those kind of things. So inherent, even though they might not be wearing an N95 mask or a proper mask that is hired, they will have in a way to protect until the month of June, July, until the rainy season coming in. They will have some form of clothes covering their face to protect from the sun and dust. Okay, so there will be, even though the policies will be like, yes, you can, unless in a closed environment, you are in a closed environment where there's air condition and the air is being recirculated. I think most of the people are discussing towards, if you're in a beach in an open area or if there is enough ventilation, the Japanese 3C policies, closed, confined, those kind of things. The general trend is moving towards, yes, you don't have to really wear a mask. But if you are in a situation like movie theater or in a classroom where there is air conditioned, recirculated air is going on, or in an aircraft, there might still be Monday request you to wear mask for the public health safety. And in India also, another thing I noticed is most of us have this habit of
not using the cuff bucket. We don't cuff into our armpit or into our arm, or we don't cover our face. We have this head of cuff that happens usually, right? That is that aerosol that gives you that also emits a lot of aerosol in the system. So the general trend across north, even though people may not be wearing masks during the summer, their clothes will act as some kind of a mask. It will kind of do what the effect of a mask is. But in rural places where I've gone, almost all dabas, all places I've seen, parks, people have a mask, but some of them wear a mask, but that is around their chin, not on their face and nose. So it's a chin mask mostly. Okay, I hope that answers the question, Dr. Sajid. Yes, we will move on to the audience. Ajit, are you there? Yes, I'm here. Yes. നമുക്കൊരു ഓഡിയൻസ് ലെവലിൽ പ്രേക്ഷകരിലേക്ക് ഒന്ന് പോകാം. Yeah, but while we do that, I'll add one more comment here. പൊതുജനങ്ങൾക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയന്ത്രണവും ലോക്ക്ഡൌണും ഒന്നാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പാൻഡമിക്കിന്റെ നിയന്ത്രണം എന്നുള്ളത് ലോക്ക്ഡൌൺ അല്ല. പാൻഡമിക്കിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മോഡിഫിക്കേഷൻസ് ആണ്, നമ്മുടെ പെരുമാറ്റ രീതിയിലുള്ള ചില മോഡിഫിക്കേഷൻ. നേരത്തെ ഡോക്ടർ ദീപു പറഞ്ഞതുപോലെ ചുമയ്ക്കുമ്പോഴുള്ള ആ ഒരു മര്യാദ കാണിക്കൽ, അല്ലെങ്കിൽ അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, ഇതൊന്നും ലോക്ക്ഡൌൺ അല്ല. പക്ഷേ പാൻഡമിക് ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ആ പഴയ ഓർമ്മയിലേക്ക് പോവുകയാണ്. അയ്യോ, നിങ്ങളപ്പോൾ ലോക്ക്ഡൌൺ വേണമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ലോക്ക്ഡൌൺ വേണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രോബ്ലം വരുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ പാലിക്കപ്പെടാതെ വരുമ്പോൾ, സ്പ്രെഡ് കൂടുതലാകുമ്പോൾ, ആരോഗ്യ സംവിധാനങ്ങൾ നിറഞ്ഞു കവിയും എന്നുള്ള ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ലോക്ക്ഡൌൺ വേണ്ടി വരിക. അല്ലാതെ ലോക്ക്ഡൌൺ വേണമെന്ന് ഇന്നേ വരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഇസ് ലൈക്ക് എ ലാസ്റ്റ് റിസോർട്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് സുനാമി വരാൻ നേരം തെങ്ങ് കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഈ ലോക്ക്ഡൌൺ. അല്ലെങ്കിൽ കയറണമെന്ന് പറഞ്ഞാൽ വേണ്ട, പക്ഷെ തെങ്ങ് കയറിയില്ലെങ്കിൽ ആള് ഉണ്ടാവില്ല എന്നുള്ള സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ലോക്ക്ഡൌണും നിയന്ത്രണവും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത് എന്നുള്ള, ഞാൻ ഈ ഗ്രാസ് റൂട്ട്സിൽ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഞാൻ ഈ പറയുന്നത്. I think we should really send out an important message to the community. കാരണം pandemic restriction has nothing to do with lockdown. It is not lockdown. Lockdown has nothing to do with pandemic. Pandemicന്റെ ഒരു ഫെയിലിയർ വരുമ്പോഴാണ് അത് വേണ്ടി വരിക. ആ ഫെയിലിയർ ഉണ്ടാകാനുള്ള കാരണം അശ്രദ്ധയാണ്. അതായത് ഈ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇതൊന്നും ഇല്ല, ഇവിടെ നിന്നൊന്നും ഇല്ല എന്ന് ഡിനയൽ ഉണ്ടാക്കുക. അതാണ് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. മേ ബി എ മ്യൂസിയം ക്യാൻ ഹെൽപ്പ് വിത്ത് ദാറ്റ്. ഇങ്ങനെയുള്ള വളരെ നമ്മൾ സിമ്പിൾ എന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ട്രിവിയൽ എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും ഫ്രം ഈ സയൻസ് അറിയാത്ത, സയൻസിൽ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അത് അറിയാൻ കഴിവില്ലാത്ത, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടത്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട സംഗതികളാണ്. ഓക്കെ, നമുക്ക് പ്രേക്ഷകരിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് നമ്മൾ കോവിഡിന്റെ ഇതുവരെ ഇപ്പോഴുള്ള നിലവാരവും മാസ്കിന്റെ ഇപ്പോൾ ലോകത്തിലും ഇന്ത്യയിലും കറണ്ടായിട്ടുള്ള നിലവാരങ്ങളെ കുറിച്ച് മേജർ പോർഷൻ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മാസ്ക് ഉപയോഗത്തിൽ നമ്മൾ വരുത്തേണ്ട ചില മാറ്റങ്ങൾ വേണോ വേണ്ടയോ, അത് പൂർണ്ണമായി ഉപേക്ഷിക്കണോ, അത് എവിടെയൊക്കെ ഉപേക്ഷിക്കാം എന്നുള്ളതിലും, മാസ്കിന്റെ ഭാവി എന്താണെന്നുള്ളത് അവസാനത്തെ 2 പോർഷൻ കൂടെ നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കിടയിൽ കൂടെ നമുക്കത് സംസാരിച്ചു പോകാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ നിന്ന് ചോദ്യം ചോദിക്കണമെന്നുള്ള ഹാൻഡ് റൈസ് ഓപ്ഷൻ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു കൊറിയിടുക, നമുക്ക് സംസാരിക്കാം. നമുക്ക് ആദ്യം നമ്മുടെ സന്തോഷ് എത്തിയിട്ടുണ്ട്. സന്തോഷ് കുമാർ is here. We'll ask him. Dr. സന്തോഷ് കുമാർ. ഹലോ സന്തോഷ്, ഈ തിരക്കിനാണെന്ന് അറിയാം, ഇതിനെക്കുറിച്ച് വിഷയത്തെ എന്തുവാക്കി? എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കാര്യം, ആക്ച്വലി മാസ്കിന്റെ കാര്യത്തിനകത്ത് നമ്മളിപ്പോഴും നിൽക്കുന്നത് ഭരണകൂടം നിർബന്ധിക്കുന്ന ലെവലിലാണ് വാസ്തവത്തിൽ ഇപ്പോഴും ഓർഡേഴ്സ് ഉള്ളത്. അത് ഇവോക്ക് ചെയ്തിട്ടൊന്നുമില്ല. വാസ്തവത്തിൽ അവര് എൻഫോഴ്സ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. മുമ്പത്തെ പോലെ ഈ കാറിലൊക്കെ ഇരിക്കുമ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും മാസ്ക് വെക്കാത്തവർക്ക് പിഴ ചുമത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിയമപരമായി പരിശോധിച്ച് നോക്കുമ്പോൾ അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോ നമുക്കത്
എന്റെ ഒരു അഭിപ്രായം വാസ്തവത്തിൽ ആ ഒരു ഫേസ് ഇപ്പൊ വളരെ സന്തോഷം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര ശബ്ദമുണ്ട്. വാതിലടയ്ക്കോ? ക്ലിയർ ആവുന്നില്ല സന്തോഷം പറയുന്നു. ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേക്കാം. എനിക്ക് തോന്നുന്നു ടി വി എന്തോ ഓൺ ആയിരിക്കാൻ തോന്നുന്നു. അതിന്റെ വോളിയം വെളിയിലാണ്, ഔട്ട്ഡോറിലാണ്. ഔട്ട്ഡോറിലായതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ആ ഒരു എൻഫോഴ്സ്മെന്റ് എന്ന നിലവാരത്തിൽ നിന്ന് ആൾക്കാരുടെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറ്റേണ്ടതായിരിക്കും അഭികാമി എന്നാണ് തോന്നുന്നത്. അല്ലാതെ മുഴുവനായിട്ട് എടുത്തു കളയുക എന്നൊരു ആസ്പെക്ട് വാസ്തവത്തിൽ നമുക്ക് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും സംസാരിച്ച് കാണും. അപ്പോ ഈ മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് അനുഭവിച്ചറിഞ്ഞ, മാത്രമല്ല മാസ്ക് ഉപയോഗിക്കുന്നതിൽ ശീലിച്ച ഒരു സമൂഹമായതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജസ് മാറ്റിക്കളയുന്നതിന് പകരം ആൾക്കാരെ അത് എഡ്യൂക്കേഷൻ വഴി എവിടെയൊക്കെയാണ് അവർ ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് തീരെ ഉപയോഗിക്കേണ്ട കാര്യമില്ലാത്തത് എന്നത് ഒരു ഓപ്ഷനിലായിട്ട് അവര് കൊടുക്കുന്നതാണ് നല്ലൊരു ഏർപ്പാടെന്നുള്ളതാണ്. ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെന്റ് വാസ്തവത്തിൽ ആ ഒരു ലെവലിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ ഇന്ന ദിവസം മുതൽ മാസ്ക് നിങ്ങൾ ധരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഈ മാസ്ക് ഊരിക്കളയുന്ന വലിയൊരു ചടങ്ങുകളൊക്കെ നടത്തി ഈ ബിരുദം കിട്ടുമ്പോൾ തൊപ്പി ഊരി എറിയുന്നത് പോലെ ആൾക്കാർ ഇതെല്ലാം ഊരി എറിഞ്ഞുകൊണ്ട് അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. അതിന് പകരം എവിടെയൊക്കെ ധരിക്കാം, എവിടെയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്, എവിടെയൊക്കെ അത് ധരിക്കേണ്ട കാര്യമേ ഇല്ല, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ ജീവനക്കാർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും റിസീവിംഗ് എൻഡാണ്. കാരണം ഏത് എപ്പിഡമിക്കോ ഏത് ഇൻഫ്ലുവൻസോ എന്ത് സംഭവം കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം എത്തുന്ന സ്ഥലം ഇവിടെ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു മാസ്കും ഗ്ലൗസും ഒക്കെ ധരിക്കണമെന്നും ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, പക്ഷെ ഹാൻഡ് വാഷിംഗ് ഒക്കെ തീർച്ചയായിട്ടും അവരുടെ ഹൈജീന്റെ ഭാഗമാണ്. അപ്പൊ മാസ്കും ഗ്ലൗസും ബാക്കി എല്ലാ കാര്യവും ഹോസ്പിറ്റലിൽ പറയണത് നിർബന്ധമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ പറ്റുന്നതാണ്. എല്ലാ ഹോസ്പിറ്റൽ ജീവനക്കാരും അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഡോക്ടർ ജയദേവൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലോസ്ഡ് സ്പേസസിനകത്ത് ഒത്തിരി പേര് ആൾക്കാരുള്ള സമയത്ത് തീർച്ചയായിട്ടും അത് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ തിയേറ്ററിനകത്തൊക്കെ ആൾക്കാർ മാസ്ക് കൊണ്ടുപോകണം നിർബന്ധമില്ല, പക്ഷെ തിയേറ്ററിനകത്ത് ഈ പറയുന്ന ഗൂഗിൾസ് സപ്ലൈ ചെയ്യുന്ന പോലെ ആൾക്കാർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരത് തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. മറിച്ച് ഈ ബബിൾസ് ഒരേ സമയം ഈ പറയുന്ന ഒരുമിച്ച് മൂവ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഒരു 10-20 പേരായാലും പോലും ബബിളായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അത് ആവശ്യമില്ലാത്ത സംഭവമാണെന്ന് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. പക്ഷെ ഒരു ഓപ്പൺ സ്പേസിനകത്ത് നടക്കാൻ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാസ്ക് തീരെ ആവശ്യമില്ല എന്ന് നമുക്ക് പറയാം. ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ വരില്ല. മിക്കവാറും റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യത്തിനകത്ത് നമ്മൾ ഇത് ചെയ്തേ പറ്റും. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ മാസ്ക് ഊരിയേ പറ്റും. അതിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ഗൈഡ് ലൈൻ എന്ന നിലയിൽ ഇത് ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കിക്കൊണ്ട് എവിടെയൊക്കെ നിർബന്ധമായി ധരിക്കണം, ധരിച്ചു കഴിഞ്ഞാൽ മാസ്ക് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. തുടരേണ്ട ഒരു കാര്യം വാസ്തവത്തിൽ ഹാൻഡ് സാനിറ്റൈസേഷൻ ഇപ്പൊ എല്ലാവരും ശീലമായി കഴിഞ്ഞതുകൊണ്ട് അത് എടുത്ത് മാറ്റേണ്ട കാര്യമേ ഇല്ല. വാസ്തവത്തിൽ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ വാസ്തവത്തിൽ ആ കാര്യത്തിനകത്ത് നമുക്ക് വെച്ചിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് വാസ്തവത്തിൽ ഇതേപോലൊരു കോൺസെപ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. ഇനി നമുക്കത് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ഹാൻഡ് സാനിറ്റൈസേഷനും കൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മതിയെന്നും ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് വാസ്തവത്തിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ഭയങ്കരമായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതിനകത്ത് നമ്മൾക്ക് ഒരു ഇൻട്രൂഷൻ വാസ്തവത്തിൽ കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും അഭികാമ്യമെന്നാണ് ഈ മൂന്ന് കാര്യത്തിനെ കുറിച്ച്. ഈ മൂന്ന് കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ചുള്ളൊരു എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ്. വളരെ
നന്ദി. തിരക്കിനിടയിലും സന്തോഷം ഇടയ്ക്ക് പ്രതികരിച്ചില്ല. അജിത്ത്, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഡോക്ടർ കൃഷ്ണന്റെ കമന്റ്സ്. അയ്യാ, കൃഷ്ണനുണ്ട്. കൃഷ്ണൻ, ഞാൻ ഇടയ്ക്ക് രാജീവനോട് ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. വെച്ചാൽ നമുക്കിവിടെ ഓട്ടോപ്സിക്ക് മുമ്പേ ഉള്ള പ്രീ ഓട്ടോപ്സി സ്ക്രീനിങ്ങിന്റെ ഒരു കോൺട്രവേഴ്സി വന്നു. ശരിക്കും ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. എന്നുവെച്ചാൽ ആന്റിജൻ മതിയോ, RT-PCR വേണോ, അതോ ട്രൂനാറ്റ് വേണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട്. കാര്യം ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല കേരളത്തിൽ എവിടെ. എന്താണ്, അതായത് നമുക്ക് ഓട്ടോപ്സിക്ക് മുമ്പേ ഒരു പ്രീ ഓട്ടോപ്സി സ്ക്രീനിങ് ടെസ്റ്റ് വേണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ ഐക്യമില്ല. 2, വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ടെസ്റ്റ് വേണോ എന്നുള്ള കാര്യത്തിനകത്തും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ മിക്കവാറും ഡോക്ടേഴ്സ് എല്ലാവരും ഡബിൾ വാക്സിനേറ്റഡ് വിത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് വേണോ എന്നുള്ളത്. കാരണം നമ്മൾ അത്രയും വിജിലന്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ മാസ്ക് കഴിക്കാൻ സമയമായോ എന്ന് ചോദിക്കുന്നത് പോലെ ഓട്ടോപ്സിക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രീ ഓട്ടോപ്സി സ്ക്രീനിങ്ങിന്റെ ആവശ്യമുണ്ടോ ഡോക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. നമ്മളിപ്പോൾ അവസാനം ട്രൂനാറ്റിലാണ് എല്ലാവരും കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ജനറലി നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ കോവിഡ് കേസസിന്റെ എണ്ണം അത്രയും കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു 40,000 കേസസ് ഉണ്ടായിരുന്ന സമയത്തുള്ള ടെസ്റ്റ് തന്നെ ഇപ്പോഴും വേണോ എന്നുള്ള ഒരു ചോദ്യം പബ്ലിക്കിൽ നിന്ന് വരും. ഇവിടെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഇത് കോവിഡ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയും ഇങ്ങനെ ഒരു ടെസ്റ്റ് വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ബിക്കോസ് ഈ ടെസ്റ്റ് കാരണം ഓട്ടോപ്സികൾ വൈകുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു കൾച്ചറൽ തിങ് ആണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ബോഡി അവർക്ക് കൊടുക്കാന്നൊക്കെ ഉള്ളു. അപ്പം ഈ വിഷയം അതുകൊണ്ടും കൂടെ ആണ് എന്റെ പ്രാക്ടീസിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കുറെ ആസ്പെക്ട്സ് ഇതിനകത്തുണ്ടല്ലോ, അത് കൊണ്ടും കൂടിയിട്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഡിഫൻസസ് താഴോട്ട് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും ട്രൂനാറ്റിൽ വെച്ച് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ കേസസ് ഒക്കെ ഒരു 100-ൽ താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ച്വലി വെരി ഡിഫിക്കൽട്ട് ഫോർ us to ask the authorities to stick on to a pre-autopsy screening test. ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അത്രേ ഉള്ളൂ. രാജീവ് സംസാരിച്ചോളൂ. ഡോക്ടർ സജീഷ്, വിൽ ടേക്ക് യുവർ ഒപ്പീനിയൻ. ഡോക്ടർ സജീഷ്. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഹലോ ഡോക്ടർ സന്തോഷ്. ഞാനിത് ഒരു ജസ്റ്റ് ഒരു ഡൗട്ടാണ്. ആക്ച്വലി ട്രൂനാറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റേ എയ്ഡ്സ് പേഷ്യന്റിനെ ചെയ്യുന്ന പോലെ ഒരു യൂണിവേഴ്സൽ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലെന്നുള്ളതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ എല്ലാവർക്കും ഈ ഗൗൺ ധരിക്കുന്നു, മാസ്ക് ധരിക്കുന്നു, N95 മാസ്ക് ധരിക്കുന്നു, ഗ്ലൗസ് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ച് എല്ലാവർക്കും ഓട്ടോപ്സി ചെയ്യുന്നുള്ളൂ. എങ്കിൽ പിന്നെ വാസ്തവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞോട്ടെ എന്റെ മറുപടി. കൃഷ്ണ സംസാരിക്കും. എന്നുവെച്ചാല് നമുക്ക് ആക്ച്വലി ഒരു ഓട്ടോപ്സിക്ക് 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പം ഞാൻ ഈ ഫുൾ PPE ഇടണം. നമ്മൾ യൂണിവേഴ്സൽ പ്രിക്കോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ PPE ഇടണം. എന്റെ 2 അസിസ്റ്റൻസ് ഉണ്ട്. എന്നെ അസിസ്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ ഈ സ്വീപ്പർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര്. പിന്നെ എനിക്കൊരു PG കാണും, ഒരു ഹൗസ് സർജനും കാണും. മെഡിക്കൽ കോളേജിലായതുകൊണ്ട്, PG ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട്. അപ്പൊ ഒരു കേസിന് നമ്മൾ 5 PPE ഇട്ട് ആയിരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. കാര്യം എനിക്ക് ഇത് ഓരോ തവണയും കേസ് കഴിയുമ്പോൾ ഇത് അഴിച്ചു വന്ന് എനിക്ക് പോലീസിനോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, ബന്ധുക്കളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത കേസ് തുടങ്ങുന്നതിന് മുന്നേ വീണ്ടും അവരുടെ റിലേറ്റീവ്സുമായിട്ട് ഹിസ്റ്ററി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഭയങ്കര ഡിഫറൻസ് ഈസ്, നമുക്കിപ്പോ ഈ ആൾക്കൊരു കോവിഡ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഫുൾ യൂണിവേഴ്സൽ പ്രിക്കോഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ വി ടേക്ക് ട്രിവാൻഡ്രം ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം 20 കേസ് നടക്കുന്നതാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് എല്ലാ കേസിലും പ്രിക്കോഷൻസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ട്രിവാൻഡ്രത്തെ മോർച്ചറിയിൽ നിന്ന് ഒരു 100 PPE കിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടി വരും. which will be basically putting a huge stress on the resources. അപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ പ്രിയോട്ടോപ്സി സ്ക്രീനിങ്ങിന്റെ ഒരു സംബന്ധിച്ച് നമുക്ക് നമ്മുടെ റിസോഴ്സസ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയും കൂടിയാണ്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ
ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു റോഡിൽ പോകുന്ന സമയത്ത് നമുക്കൊരു അപകട മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കുന്നുണ്ടല്ലോ പോലീസ്. അതിനർത്ഥം നമുക്ക് അവിടെ നമ്മൾ വാഹന നിയമങ്ങൾ പാലിക്കണമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടാന്നും അല്ലല്ലോ. നമ്മൾ എല്ലായിടത്തും പ്രിക്കോഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെ പോകുന്നത്. പക്ഷെ ഇന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു അപകടം ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ കയറുന്നുള്ളത്. ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ഫോർ വാണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു കേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡീഷണൽ ബയോഹസാർഡസ് ത്രെറ്റ് ആണ് ഈ കേസ് എന്നുള്ളത് ഒന്ന് ഫോർവേഡ് ആവേണ്ടത് നമ്മുടെ ഒരു അവകാശത്തിന്റെ ഒരു എലമെന്റും കൂടി, ഒരു സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്കൊരു അവകാശമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെയും കൂടി ഭാഗമാണ് ഒരു പ്രീ ഓട്ടോപ്സി സ്ക്രീനിങ് ടെസ്റ്റ്. ഒരു ഡൗട്ടും കൂടെ. ആക്ച്വലി PPE കിറ്റ് ധരിച്ചത് കൊണ്ട് ഈ പറയുന്ന കോവിഡ് ഈ പറയുന്ന ഇതിനെ പ്രൊട്ടക്റ്റഡ് ആയെന്നും PPE കിറ്റ്, അതായത് PPE കിറ്റ് അതിനകത്ത് ആക്ച്വലി ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്ന മാസ്കും ഗ്ലൗസും ബൂട്ട്സും ഒക്കെ നിങ്ങൾ അല്ലെങ്കിലും ധരിക്കുന്ന ആൾക്കാരാണ്. മാസ്കും ഗ്ലൗസും ബൂട്ട്സും ഒക്കെ അല്ലെങ്കിൽ ധരിക്കുന്നത്. ആകെ ഒരു PPE കിറ്റ് മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഒരു ഗൗൺ ആയാൽ പോലും ഡസ് ഇറ്റ് മേക്ക് എ ഡിഫറൻസ് ഇൻ എ ഡെഡ് ബോഡി? ഉണ്ടോ? അതായത് ഓഫ് കോഴ്സ് ഡെഡ് ബോഡി ഡസ് നോട്ട് കോഫ് ഓർ സ്നീസ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യു ആർ സെക്ഷനിങ് ദ ലങ്സ് എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഒരു വാട്ടർ പിന്നെ വെള്ളം ഒഴിച്ച് ആണ് ഭയങ്കരമായിട്ട് എയറോസോൾ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അല്ലാതെ നമ്മളിപ്പം ലിവിങ് പേഴ്സണിൽ നമുക്ക് ചുമച്ചും തുമ്മിയാണല്ലോ എയറോസോൾ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഈ ഓട്ടോപ്സി ചെയ്യുന്ന ആ സ്ഥലവും എല്ലാം നമ്മളൊരു ഹൈ പ്രഷർ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കുക. ഹ്യൂജ്ലി എയറോസോൾ ജനറേറ്റിംഗ് ആണ്. അതാണ് അതിനകത്തുള്ള പ്രശ്നം. നല്ല പോയിന്റ്. ഞാനൊരു പോയിന്റ് പറയാം. ഉണ്ണിമോൻ പറഞ്ഞത് അത് ഞാൻ ഐ തിങ്ക് യു യുവർസെൽഫ് ഗേവ് ദി ആൻസർ. ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രീ ടെസ്റ്റ് പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫോർ ആർഗ്യുമെന്റ് സേക്ക് നമ്മൾ പറയുകയാണ് കേസുകൾ കുറഞ്ഞു, സമൂഹത്തിൽ കേസുകൾ കുറഞ്ഞു. ഈ കേസുകൾ കുറഞ്ഞ സമൂഹത്തിൽ നേരത്തെ ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞു, കേസുകൾ കുറഞ്ഞിരിക്കുമ്പോഴും ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് എക്സ്പോഷർ കൂടുതലായിരിക്കും. കാരണം പനിയുള്ളവൻ ആശുപത്രി വരും. അതുപോലെ തന്നെ if you imagine the total caseload of the community as a pyramid, if you take for statistical purpose, we just take all the cases that come to a mortuary, the chance of finding a COVID-related death is very high compared to the rest of the population. അപ്പോൾ അത് ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ കേസ് കുറവാണെങ്കിൽ പോലും ഇതിന്റെ എക്സ്പോഷറിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സോ ഐ ഡോണ്ട് സീ പേഴ്സണലി, ഇറ്റ്സ് മൈ ഒപ്പീനിയൻ ദാറ്റ് വി ഷുഡ് നോട്ട് ഡു അവേ വിത്ത് ടെസ്റ്റിംഗ് ഓർ വിത്ത് പ്രിക്കോഷൻസ്. ഐ തിങ്ക് ഡോക്ടർ സന്തോഷ് കുമാറിന്റെ പോയിന്റ് വളരെ വാലിഡ് ആണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ കവറോളിന് പകരം തുല്യമായിട്ടുള്ള ഗൗൺ പോരെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് goggles and your N95 is really what protects you. At the end of the day, these are things that protect you. പക്ഷെ നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ വന്ന് നമ്മുടെ വസ്ത്രത്തിൽ പതിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കവറോളിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അത് വിശദീകരിച്ചപ്പോഴാണ് അതിന്റെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലായത്. ദിസ് മൈ ഒപ്പീനിയൻ. എക്സാക്ട്ലി, രാജീവ് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നത് കൃഷ്ണന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം തന്നെയാണ്. പൊതുജനാരോഗ്യത്തിലെ ഒരു പാൻഡമിക്കിനെ നേരിടുന്നു, വ്യക്തികളെ നേരിടുന്നതും ഒരു നമ്പർ കുറയുമ്പോൾ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ, കാരണം ഒരു 60-70 വയസ്സായ ഡയബറ്റിക്, ഹൈപ്പർടെൻസീവ്, ഒബീസ് ആയിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരൊറ്റ കേസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വന്നാൽ ഉണ്ടാകാവുന്ന ഡാമേജ് വളരെ വലുതാണ്. അത് തന്നെയാണ് നമ്മൾ പണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെ നമ്മൾ HIV, HBsAg, പഴയ വൈറോളജി സ്ക്രീനിങ് എന്നതിന്റെ പാർട്ടായിട്ട് ഇപ്പോൾ ഒരു വൈറോളജി സ്ക്രീനിങ്ങിന്റെ പാർട്ടായി കോവിഡ് മാറിക്കഴിഞ്ഞു. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ വരണം. കാരണം അത് നിർത്തേണ്ട സമയം ഒരിക്കലും ആയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു വ്യക്തിക്ക് പൊതുവെ ആരോഗ്യ പ്രവർത്തകന് വന്നു കഴിഞ്ഞാൽ അത് വ്യക്തിയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു വാക്സിനേറ്റഡ് ആണ് നിങ്ങളുടെ, യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ യുവർ മെമ്മറി T cells, വാക്സിനേഷൻ സ്റ്റാറ്റസ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അതിനെ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉറപ്പായിട്ടും ഉണ്ട്. അവിടെ തന്നെയാണ് ഈ മോർച്ചറി വരുന്നത്.
ഇതേപോലെ തന്നെ മോർച്ചറികളിലെ ഒരു ബേസിക് സ്ക്രീനിങ്, നമ്മളൊരു വൈറോളജി ഒരു പ്രീ ഓപ്പറേറ്റീവ് ചെയ്യുന്നത് പോലെ ഒരു സ്ക്രീനിങ് കണ്ടിന്യൂ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിർത്താനുള്ള സമയം നമ്മളായിട്ടില്ല. പിന്നെ ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇനി കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങളല്ല. കാര്യം നമ്മൾക്ക് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സർജന് എങ്ങനെ ഇത് വരാതിരിക്കാം, അതിനുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ നമുക്കറിയാവുന്ന റെസ്പിറേറ്ററി ആണ് എൻ്റെ റൂട്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഗോഗിൾസ്, ഫേസ് ഷീൽഡ്, ടൈറ്റ് ഫിറ്റിംഗ് N95 പ്ലസ് ഈ പറഞ്ഞ പോലെ ഒരു ഏത് ഗൗണോ ഒരു മിനിമം ഡ്രോപ്ലെറ്റ് പാർട്ടിക്കിൾ കണ്ടാമിനേഷൻ വരുന്ന ഒരു ഗൗൺ, പഴയ പോലുള്ള ഫുൾ ടൈറ്റ് ഫിറ്റിംഗ് കവറോൾ നമ്മളിപ്പോൾ ICUകളിൽ പോലും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ പഴയ ആദ്യകാലത്തുള്ള അത് ഇപ്പോൾ ICUകളിൽ പോലും നമ്മൾ ഇത്രയായി ജനറേറ്റ്, ഞങ്ങളിപ്പോൾ ICUകളിൽ പേഷ്യനെ കാണാൻ പോകുന്ന നമ്മളൊരു ചെറിയ ഗൗൺ ഇട്ട് നമ്മളുടെ ഫേസും നമ്മളുടെ ഇത് നോസും മൗത്ത് ഈ 3 കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം നമ്മളുടെ കീ. അപ്പൊ അത് ടൈറ്റ് ഫിറ്റിംഗ് N95 അത് കഴിയുമ്പോൾ തന്നെ എടുത്ത് കളയാൻ വേണം. പിന്നീട് അത് പബ്ലിക്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അതുപോലെ തന്നെ ആ ഒരു പ്രിക്കോഷൻ തന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ പ്രിക്കോഷൻസ് മറ്റ് ഡിസീസിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നിർത്തേണ്ട സമയമായിട്ടില്ലെന്നാണ് എനിക്ക്. ഒരു കാര്യം മാത്രമാണ്, ഈ കാര്യം എനിക്ക് നമ്മൾ മുമ്പ് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ഈ N95 മാസ്കും ഗ്ലൗസും ഗൂഗിൾസും അല്ലാതെ ഈ പറഞ്ഞ PPE കിട്ടുന്ന സംഭവം ആക്ച്വലി ഡിഡ് ഇറ്റ് മേക്ക് എ ഡിഫറൻസ് ഇൻ ദ ഹോൾ പാൻഡമിക് എന്നുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര വാലിഡ് ആണ്. ഞാനത് നമ്മളിപ്പോ ഹോസ്പിറ്റലിനകത്തും പോലും അത് ഞാൻ വാലിഡ് ആണോ എന്ന് ചോദിക്കേണ്ട, കാരണം ദർ ഹാസ് ബീൻ നോ സ്റ്റഡി അറ്റ് ഓൾ. അതായത് ഈ പറയുന്ന PPE കിറ്റ് ഇട്ടത് കൊണ്ട് ഇത്ര നമ്പർ കേസുകൾ കുറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര പ്രൊട്ടക്ഷൻ കിട്ടുമെന്നോ വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു, കാരണം നമ്മളുടെ ഇത് ഫോമേറ്റ്സ് വഴിയുള്ള കണ്ടാമിനേഷൻ വളരെ വളരെ കുറവാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള കേസ് പോലും കുറവാണ്. ഓൾമോസ്റ്റ് 99.9% കേസസും റെസ്പിറേറ്ററി റൂട്ടാണ് വന്നിട്ടുള്ളത്. നോ ബോട്ട് ഈ പറഞ്ഞ, അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്പെക്ടിന് നമ്മൾ ഈ പറയുന്ന ഫോർമാറ്റ് വഴി നമ്മുടെ ശരീരത്തിലേക്ക് അത് കയറുമെന്നുള്ളത്, നമ്മൾ ടച്ച് ചെയ്ത് കയറുമെന്നുള്ള സംഭവം എത്ര വാലിഡ് ആണ്. അതിപ്പോ ഈ നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിനും ബാധകമാണ്, വാർഡിനകത്തും ബാധകമാണ് എന്നുള്ളതാണ്. തിയേറ്ററിനകത്ത് അഫ്കോഴ്സ് വി ആർ യൂസിങ് എ ഗൗൺ അതർവൈസ് ഓൾസോ. അതൊരു തിയേറ്ററിനകത്ത് നമ്മൾ പേഷ്യന്റിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഡോക്ടറിന്റെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇൻ ദ വാർഡ്സ് and the ICUs in the postmortem, even as a whole, did it make a difference? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിനൊരു ആൻസർ കണ്ടാൽ തന്നെ എവിടെയെങ്കിലും ഒരു റിസർച്ച് ഓൾറെഡി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഇത് നമ്മുടെ കൊച്ചിയിൽ നടത്തുന്ന ട്യൂസ്ഡേ കോവിഡ് മീറ്റിംഗ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ലോങ്സ്റ്റ് റണ്ണിങ് കോവിഡ് മീറ്റിംഗ്സ്, അത് ചെയർ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള ഡിസ്കഷൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്കഷൻസിൽ ഈ വിഷയം നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വിത്ത് എവിഡൻസ്. അപ്പോൾ അതിന്റെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറയാം. ഇതില് what I go with is what is called level 5 evidence or expert opinion. Expert opinion ഈ ഇൻഫെക്ഷസ് ഡിസീസ് അങ്ങേയറ്റത്തെ അതോറിറ്റീസ് എന്ന് ഞാൻ കരുതുന്ന 4 പേരുടെ ഒപ്പീനിയൻ ഞാൻ പറയാം. അതിൽ ഒന്ന് എൻ്റെ പ്രൊഫസറാണ്, ഡോക്ടർ OC Abraham ഫ്രം CMC Vellore. രണ്ടാമത്തേത് ഡോക്ടർ രാജലക്ഷ്മി ഫ്രം കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. രാജലക്ഷ്മി നമ്മളെ പല മീറ്റിങ്ങുകളിലും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അപ്പം മൂന്നാമത്തേത് ഡോക്ടർ അരവിന്ദ് രഘുകുമാർ. നാലാമത്തേത് ഡോക്ടർ അനിത തിലകൻ. ഇവരുടെ 4 പേരുടെ ഒപ്പീനിയനാണ് ഈ വിഷയത്തിൽ ഞാൻ ഏറ്റവും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തെക്കാളും വളരെ ഹൈ ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ 4 പേരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം, കൺസെൻസസ് ഞാൻ പറയാം. ഡോക്ടർ സന്തോഷ് പറഞ്ഞത് 100% കറക്റ്റ് ആണ്. അതായത് നമ്മൾ റൗണ്ട്സിന് പോകുമ്പോഴോ OPയിൽ ഇരിക്കുമ്പോഴോ ഈ സ്പേസ് സൂട്ടിന്റെ ആവശ്യമില്ല. മുഖം നന്നായിട്ട് കവർ ചെയ്യാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നല്ല വെൽ ഫിറ്റിംഗ് ഒരു N95ഉം, ഗോഗിൾ വേണോ വേണ്ടേ എന്നുള്ളത് ഒത്തിരി ഓപ്ഷനിലാണ്. പക്ഷെ മിക്കവാറും കണ്ണടയുണ്ട്, അല്ലെങ്കിൽ ഗോഗിൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് എന്നുള്ളതാണ്. ഇവരിൽ പലരും ഈവൻ ICUവിൽ പോലും റൗണ്ട്സ് നടത്തുന്നത് കോട്ടൺ ഗൗൺ ഇട്ടിട്ടാണ്. എനിക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ എനിക്ക് കോട്ടൺ ഗൗൺ ആണ് ഇഷ്ടം. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഐ പ്രിഫർ കോട്ടൺ ഗൗൺ. അപ്പോൾ കോട്ടൺ ഗൗൺ ഇട്ടാണ് ഇവരൊക്കെ പേഷ്യൻസിനെ കാണുന്നതെന്ന് അത് 2020 മുതൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ OC Abraham ആണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഇനി ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് ഹൈ ഇന്റൻസിറ്റി എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ICU പലപ്പോഴും ചെറിയൊരു റൂമായിരിക്കും, ചെറിയ ഹോസ്പിറ്റലിൽ വലിയ ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ചെറിയ റൂമായിരിക്കും. ആ റൂമിൽ എയറോസോളിന്റെ അളവ് കൂടുതലാണെങ്കിൽ
ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫുൾ PPE കിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതിൽ കുറച്ച് ഇൻഡിവിജ്വൽ വേരിയേഷൻ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സന്തോഷ് പറഞ്ഞ പോലെ മുഖത്ത് നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന മാസ്കും ഐ പ്രൊട്ടക്ഷനും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും. പിന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ ഒരു ഡോക്ടറെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആ വഴിക്ക്. ഇനി ഈ കവറോളിന്റെ പ്രസക്തി ഈ പറഞ്ഞതുപോലെ അത് അവൈലബിൾ ആയിരിക്കണം ഇൻ ദി ICU എന്നുള്ളതാണ് കൺസെൻസസ്. ഇതിനെ എക്സ്പെർട്ട് കൺസെൻസസ് എന്ന് നമുക്ക് വിളിക്കാം. രാജീവ് പറഞ്ഞതിനോട് ഞാൻ യോജിച്ചുകൊണ്ട് തന്നെ പറയാം. കാരണം നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ICUകളിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ICUയിൽ ഹൈ കോവിഡ് ഡയഗ്നോസ്ഡ് കോവിഡ് ഇപ്പോൾ എല്ലാ ICUകളിനകത്തും കോവിഡിന് ഒരു സെപ്പറേറ്റ് സെന്ററിലോട്ട് തന്നെ മാറ്റി വളരെ ചുരുക്കം പേഷ്യൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നഴ്സിംഗ് കെയർ കൊടുക്കുന്ന നഴ്സസിന് നമ്മൾ ഫുൾ കവറോൾ തന്നെ കൊടുക്കും. കാര്യം അവർ ഒരു 4 hours 6 hours നിൽക്കുന്നവർ. അതേസമയം ഇപ്പൊ ഈവൻ കൺസൾട്ടന്റ് ആയിട്ട് നമ്മൾ ICUയിൽ പോകുമ്പോൾ പോലും നമ്മളൊരു ഫുൾ കവറോൾ ഇട്ടുകൊണ്ടല്ല പോകുന്നത്. ഒരു മിക്കവാറും ഇപ്പൊ എല്ലാം ഈ പറഞ്ഞ കോട്ടൺ ഗൗൺ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മിക്കവാറും ഇപ്പൊ എല്ലാവർക്കും ഒരു സ്ക്രബ് സ്യൂട്ട് ഉണ്ട്. ഒരു സ്ക്രബ് സ്യൂട്ട് ഇട്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഓൺ വസ്ത്രങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഉറപ്പാക്കാൻ വേണ്ടി ഒരു സ്ക്രബ് സ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ഒരു കോട്ടൺ ഒരു ഷോൾ പോലത്തെ ഒരു ഗൗൺ പോലെ കോട്ടൺ ഗൗൺ എന്ന് തന്നെ പറയാം, ഗൗൺ ഉണ്ട്. അത് ഒന്ന് കവർ ചെയ്യാം. പിന്നെ ഫേസും കവർ ചെയ്യാൻ N95 ഫേസ് ഷീൽഡും ഇതും വെച്ചുകൊണ്ടാണ് പേഷ്യന്റിനെ കൺസൾട്ടന്റ് ലെവലിൽ ICUയിൽ പോലും കാണാൻ പോകുന്നത്. പക്ഷെ ഫുൾ ടൈം നിൽക്കുന്ന പേഷ്യന്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഫുൾ കവറോട് കൊടുത്തിട്ടാണ്. അല്ലാത്ത സമയത്ത് അതിന്റെ ആവശ്യം തോന്നുന്നു. But I am asking the evidence again. See, this expert opinion എന്ന് പറയുന്നത് വാസ്തവത്തിൽ it's a very low level of സ്റ്റഡി ആണ് ഉദ്ദേശിച്ചത്. സന്തോഷം ഉദ്ദേശിച്ച സ്റ്റഡി ആസ് ഓഫ് നൗ ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ഈ പറയുന്ന PPE കിറ്റ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ പോലും അങ്ങനെ സ്റ്റഡി ഒന്നും ഇല്ല. ഇത് ഹോൾ ടൈം ഈ പറയുന്ന ഈ 2 വർഷം നടന്നപ്പോഴും ഇങ്ങനെ സ്റ്റഡി നടന്നിട്ടില്ല. നടന്നിട്ടുള്ള സ്റ്റഡി മുഴുവൻ ഈ അത് ഞാൻ പറഞ്ഞു. ഇതൊരു ഒബ്സഷൻ അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ഒരു ഒബ്സഷൻ അപ്പുറത്തേക്ക് ഇതിന്റെ എവിഡൻസ് ഉണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു ഒബ്സഷൻ ആണ് വാസ്തവത്തിൽ ഈ തൊടുന്ന സ്ഥലത്ത് ഭയങ്കരമായുണ്ട്. വാസ്തവത്തിൽ ഈ തൊടുന്ന ഈ പ്രതലങ്ങളിൽ അതായത് സർഫസിനകത്ത് ഇത് സർവൈവ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ കിട്ടുന്ന കേസുകളുടെ എണ്ണം എപ്പിഡമിയോളജിക്കലി റെലവെന്റ് ആയിട്ടുള്ള കേസുകളുടെ എണ്ണം പോലും ഇല്ല. അത്രയ്ക്കുമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഇത് കിട്ടിയിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും റൂട്ട് നോക്കുമ്പോൾ എല്ലാം റെസ്പിറേറ്ററി റൂട്ടാണ്. ഈ കൈ കൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ ഈ പറഞ്ഞ ആക്ച്വലി യൂസിങ് ദി സാനിറ്റൈസേഷൻ ഇറ്റ് ഈസ് ഇറവലന്റ്. വാസ്തവത്തിൽ ഇറവലന്റ്. നമ്മുടെ ഒബ്സഷൻ അപ്പുറത്തേക്ക് ഇതിനൊരു വാലിഡിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. കാരണം ഇത്രയും പൈസ ചെലവാക്കിയ സാധനമാണത്. കോടിക്കണക്കിന് രൂപയാണ് വാസ്തവത്തിൽ ചെലവാക്കി കഴിഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നൗ വി ഷുഡ് ലുക്ക് ഇൻടു ഇറ്റ്. തീർച്ചയായിട്ടും അത് തുടങ്ങിയ കാലത്തുള്ള ആ ഒരു ആങ്സൈറ്റിയുടെ ലെവൽ അല്ലല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഡോക്ടർ സുദർശൻ, ഈ മാസ്കിന്റെ ഉപയോഗം നിർത്തുന്നതിനെ പറ്റി വാസ്തവത്തിൽ എനിക്ക് അഭിപ്രായമില്ല. ഇപ്പോഴും നമ്മൾ തുടരുന്ന കണക്ക് മാസ്ക് നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാസ്ക് നിർത്തുന്നതിന് 2 അപകടമുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ മാസ്ക് നിർത്തി ഇനി ഒരു വേവ് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുമാത്രമല്ല, നമ്മളെ ഇത്രയും നാൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയത് ഈ മാസ്ക് എന്ന് പറയുന്ന ഒരേ ഒരു സാധനമാണ്. നമ്മൾ N95 മാസ്ക് നല്ലതുപോലെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലൊക്കെ നമ്മുടെ ഇൻഫെക്ഷൻ വളരെയധികം കുറഞ്ഞത്. അത് മാത്രമല്ല, ജനറൽ പോപ്പുലേഷനിൽ പോലും നല്ല മാസ്ക് അല്ലെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ള അറിയാമല്ലോ, കേരളത്തിൽ മിക്കവാറും എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നവർ തന്നെ ആയിരുന്നു. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ കാര്യം ഞാൻ പറയാം. നേരത്തെ നോർത്ത് ഇന്ത്യയിലെ കാര്യം പറഞ്ഞതുപോലെ അവിടെ ഈ ചൂട് കാലത്ത് ആൾക്കാർ ഉറങ്ങുന്നത് പോലും വെളിയിലാണ്, പുറത്താണ്. ഞാൻ ഗുജറാത്തിലായതുകൊണ്ട് എനിക്കറിയാം, പുറത്താണ് ഉറങ്ങുന്നത്. അവര് ആരും തന്നെ വീട്ടിനകത്തൊന്നും ഉറങ്ങില്ല. അതുപോലെ അവിടെ ഓപ്പൺ സ്പേസിലാണ് ആൾക്കാർ മിക്കവാറും എല്ലാവരുടെയും സാധാരണ ഒരു ജീവിതം. അപ്പൊ അതുകൊണ്ട് കൃഷിസ്ഥലങ്ങളിലായാലും ബാക്കി എല്ലാവരും. പക്ഷെ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഈ പറയുന്ന കണക്ക് ഇതുപോലെ നമ്മൾ പ്രൊട്ടക്ഷൻ വേണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഈ PPE കിറ്റിന്റെ കാര്യമാണ്. PPE കിറ്റ് വാസ്തവത്തിൽ നമ്മളെ വലുതായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് എനിക്ക് പണ്ടും തോന്നിയിട്ടില്ല. നമ്മൾ നല്ലൊരു കവറോൾ ഉപയോഗിക്കുക, നമ്മൾ നല്ല N95 മാസ്ക് ഉപയോഗിക്കുക. പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ ഇൻറ്റുബേഷനൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അറിയാമല്ലോ, നമ്മൾ അതുപോലെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ മാസ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉപയോഗിക്കുക. പിന്നെ ഈ പറഞ്ഞ ഈ ഒരു എയറസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഉദാഹരണത്തിൽ ലാപ്രോസ്കോപ്പി, ബോൺ കട്ടിങ്, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വാസ്തവത്തിൽ നമ്മൾ ഈ ഇപ്പോഴുള്ള പ്രിക്കോഷൻസ് അതുപോലെ തന്നെ തുടരണം. പിന്നെ നേരത്തെ ഈ ഓട്ടോപ്സിയുടെ കാര്യം പറഞ്ഞു. ഒരു കാര്യം ശരിയാണ്, ഈ ഡെഡ് ബോഡി ഒരിക്കലും തുമ്മുകയോ ചുമയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.
അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു എന്തായാലും 7-8 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും ഓട്ടോപ്സി ചെയ്യുന്നത്. ആ സമയം ആകുമ്പോഴത്തേക്കും വാസ്തവത്തില് ഈ ബോഡി ഫ്ലൂയിഡ്സിൽ പോലും എനിക്ക് തോന്നുന്നില്ല വൈറസ് ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ അത്രയും വലിയ ഒരു പ്രിക്കോഷൻ വേണോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൂ. താങ്ക് യു സജീഷ്. ഞാൻ ചോദിക്കാൻ വന്നത് ഡോക്ടർ രാജീവ് ഇങ്ങനെ ഇൻസിഡന്റൽ ആയിട്ട്, ഇറ്റ് ഈസ് നോട്ട് റിഗാർഡിംഗ് ദിസ് കോവിഡ് ആൻഡ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻസ്, ഇറ്റ്സ് റിഗാർഡിംഗ് ദി യൂസിങ് ഓഫ് ബോയിൽഡ് വാട്ടർ. ഈ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, അതിലൂടെ വരുന്ന ഒരു സുരക്ഷ നിർബന്ധമായും. അപ്പൊ അടുത്തിടയിൽ അത് സയന്റിസ്റ്റാണ്, അയാളിങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ഒരു കാരണവശാലും പാത്രം തുറന്നു വെച്ച് ചൂടാക്കുക അല്ലാതെ തിളപ്പിക്കുക അല്ലാതെ ഒരിക്കൽ പോലും ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയുണ്ടായി. അപ്പൊ കാഷ്വലായിട്ട് ഞാൻ അങ്ങനെ ആ സമയത്ത് അതിനെപ്പറ്റി ഒന്നും ഡിസക്ട് ചെയ്യാൻ പോയില്ല. ബട്ട് ഇറ്റ് റിമെയിൻഡ് ഇൻ മീ ആൻഡ് ഹി വാസ് സെല്ലിങ് സം റീസൺസ് ഫോർ ദിറ്റ്. ഐ ഡിഡ്ന്റ് ടുക്ക് ഇറ്റ് സീരിയസ്ലി. പക്ഷെ ഇപ്പൊ ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നത് ചൂടുവെള്ളം മാത്രമേ, ചൂടാക്കി മാത്രമേ, തിളപ്പിച്ച 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യം അല്ലേ പറഞ്ഞതെന്ന് തോന്നിയത് ഡോക്ടറുടെ ശ്രദ്ധപ്പെടുത്താനാണ് ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് ഈ ഒരു ക്രിട്ടിക്കൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നിഗമനങ്ങളല്ലാതെ ഈ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നത് ഈ സമൂഹം മൊത്തത്തിലൊരു ഫിയർ സൈക്കോസിസിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എങ്ങനെയും പലതരത്തിലുള്ള ഭയങ്ങള് ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ അതിനുവേണ്ടി പണമില്ലാത്തവരായാലും പണമുള്ളവരായാലും ഈ സാനിറ്റൈസർ തുടങ്ങിയിട്ടുള്ള ഒത്തിരി റിച്വൽസ് വേറൊരു തരം റിച്വലാണ് അത്, ചിലപ്പം അങ്ങനെയും തോന്നും. അപ്പൊ അത് ഡോക്ടർ കമ്മ്യൂണിറ്റി പോലും പ്രാക്ടീസ് ചെയ്യുന്നത് യഥാർത്ഥത്തില് വളരെ കൃത്യമായ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പലപ്പോഴും ഭയം ജനിപ്പിക്കുന്ന റെസ്ട്രിക്ഷൻസ് പാലിക്കേണ്ടത് ഈ സാമൂഹ്യമായ ഒരു ഡിസിപ്ലിനിന്റെ എലിമെന്റ് ഇല്ലേ. അപ്പൊ സന്തോഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വേറൊരു ആംഗിളിൽ കൂടെ നോക്കിയാണ് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ. ഓ ഓക്കെ. ബോയിലിംഗ് വാട്ടർ, ഇഫ് യു ആർ നോട്ട് ഷുവർ, അതായത് വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ് ബോയിലിംഗ് വാട്ടർ. നോ ഹാം ഇൻ ഡൂയിങ് ഇറ്റ്. പിന്നെ ഇത് മറ്റ് ജീവിതത്തിലെ പല കാര്യങ്ങളെ പോലെ തന്നെ വളരെ ശക്തമായ ഒപ്പീനിയൻസ് ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഈ വെള്ളം തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. വെള്ളത്തിനകത്ത് ചില പ്രത്യേക പ്രക്രിയകൾ വേണം എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ചില ഡിവൈസസ് വെക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പുട്ട് ഇറ്റ് വെരി സിംപ്ലി, വെള്ളത്തിന്റെ ക്വാളിറ്റി ഉറപ്പില്ല, അതിൽ രോഗാണുക്കൾ ഉണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ ബോയിൽ വാട്ടർ യു ആർ സേഫ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പിന്നെ മാസ്കിന്റെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം. മാസ്ക് എന്ന് പറയുന്നത് ഒരു ഫിൽറ്ററിനുപരി ഇറ്റ്സ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ ടൂൾ. അതായത് ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനർ ആയതുകൊണ്ട് പറയാണ്, ഒരു സമൂഹത്തിലുള്ള ഒരു സാധാരണക്കാരന് ഈ വൈറസിനെ കാണാനോ അദൃശ്യമായിട്ടുള്ള ഒരു എനിമിയാണ്. അപ്പോൾ ഈ വൈറസിന്റെ സാന്നിധ്യത്തെ അറിയിക്കുന്ന ഒരു ഫ്ലാഗ് ആണ് ഈ മാസ്ക്. ദ പ്രസൻസ് ഓഫ് ഫ്ലാഗ് ഓഫ് എ മാസ്ക് when you walk around, it reminds us that the virus is there. അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെയാണ് അറിയുന്നത് ഈ സംഭവം ചുറ്റുമുണ്ട് എന്ന് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ്? ഇപ്പൊ ഡോക്ടർമാരും ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരും വായിക്കുന്നവരും ശരി അയക്കാനുണ്ട്. ബട്ട് ദാറ്റ് ഫോംസ് അബൌട്ട് 0.01% ഓഫ് ദ പോപ്പുലേഷൻ. ബാക്കി 99.99% ആൾക്കാർക്ക് ഈ വൈറസ് ഇവിടെ ഉണ്ട്, കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പലതുള്ളി പെരുവെള്ളമാണ്. ഇതിന്റെ സ്പ്രെഡ് മുഴുവനും പലതുള്ളി പെരുവെള്ളമാണ്. ഇഫ് എവറിബഡി ഈസ് കെയർഫുൾ, വലിയ രീതിയിലുള്ള സ്പ്രെഡ് ഉണ്ടാകാതെ ആശുപത്രി സംവിധാനങ്ങൾ നിറഞ്ഞു കവിയാതെ പോകുന്നു. പക്ഷെ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പബ്ലിക് ഹെൽത്തും ഇൻഡിവിജ്വൽ ഹെൽത്തും വ്യത്യസ്തമാണ്. അപ്പോൾ പബ്ലിക്കിന് ഇതൊരു റിമൈൻഡർ ആയിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതും മാസ്ക് റിമൂവ് ചെയ്യുന്നത് ഇത് മാറിപ്പോയി എന്ന് അങ്ങ് ഉറപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറുകയും ചെയ്യും. ഇത് അതിന്റെ മറുവശം കൂടെയാണ്. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. ഓക്കെ. അപ്പം അതിനിടയ്ക്ക് ചോദ്യം വരുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് വേറെ ഇടയ്ക്ക് രണ്ടാമത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു ആകെ ഒരു പാനലിസ്റ്റിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു സിമ്പിൾ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഈ എൻഫോഴ്സ്മെന്റ് എല്ലാവരും വേണം, ഇനി അങ്ങോട്ട് വേണമെന്നാണോ പറയുന്നത്, അതോ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണോ വേണ്ടത്? 2 ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്. ഓപ്ഷൻസ് വെച്ചുകൊണ്ട് ഇല്ല ശാസ്ത്രീയമായ പല ഓപ്ഷൻസ് വെച്ചുകൊണ്ട് ആൾക്കാര്
മാസ്ക് എവിടേക്ക് ഉപയോഗിക്കണം, പ്രൊമോഷണൽ ആയിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണോ വേണ്ടത്, അതോ ഇപ്പോഴുള്ള കമ്പൽഷൻ അതേപടി തുടരേണ്ടതാണോ വേണ്ടത്? ഈ രണ്ട് ഓപ്ഷനിൽ എന്താണ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ആൾക്കാർക്ക് പാനലിസ്റ്റുകൾക്ക് പറയാമോ? The behavior of a community is heavily influenced by what penalty is existing. അത് അനിഷേധ്യമായിട്ടുള്ള വസ്തുതയാണ്. ഇൻകൺവീനിയന്റ് ആണ്. പക്ഷെ why do people wear helmets? കേരളത്തിൽ എല്ലാവരും ഹെൽമെറ്റ് വെക്കുന്നത് പിഴയുള്ളതുകൊണ്ടാണ്. അവരവരുടെ ഓപ്ഷണലായിട്ട് അവരുടെ സ്കള്ള് പൊട്ടും എന്നുള്ള ഭീതി കൊണ്ടല്ല. അപ്പോൾ അത് കുറെ കഴിഞ്ഞ് അത് ബിഹേവിയർ ആയിട്ട് മാറും. ഇപ്പൊ സിംഗപ്പൂർ ആൾക്കാർ തുപ്പാത്ത എന്തുകൊണ്ടാണ്? ചൂരിലുകൊണ്ട് അടി കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. നല്ല അടി കിട്ടും അവിടെ. അപ്പൊ അങ്ങനെ ഒരു ശിക്ഷകൾ നിലനിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ക്രമേണ നേരെയായി. അതാണ് ബിഹേവിയർ. അതായത് കമ്മ്യൂണിറ്റി മോബ് സൈക്കോളജി എന്ന് പറയുന്ന വേറൊരു സബ്ജക്ട് തന്നെ. അത് ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല, ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളൂ. അപ്പോ നിർഭാഗ്യവശാൽ whatever influences the behavior of a large group of people also influence the behavior of the pandemic. അവിടെയാണ് ഇതിന്റെ പ്രശ്നം സങ്കീർണതകൾ കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും എൻഫോഴ്സ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അവിടെ നിലകൊള്ളും. ദിസ് മൈ ഒപ്പീനിയൻ. ഓപ്ഷണൽ ആകുന്നതിന്റെ ഒരു കുഴപ്പം, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം റേഡിയോ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ക്ലാസ് റൂം സങ്കല്പിക്കുക. ഈ രണ്ട് ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഹെഡ് മാസ്റ്റർ പറയുന്നു, ഒരു ക്ലാസ് ലീഡർ വന്ന് മൈൻഡ് ചെയ്യുക ടീച്ചർ ഇല്ലാത്ത സമയത്ത്. മറ്റേ ക്ലാസ് റൂമിൽ ഹെഡ് മാസ്റ്റർ പറയുന്നു, നിങ്ങളുടെ സ്വയം റെസ്പോൺസിബിലിറ്റിയിൽ മിണ്ടാതിരിക്കുക എന്നുള്ള നിങ്ങളുടെ കർത്തവ്യമാണ്, സ്കൂളിന്റെ ഡിസിപ്ലിനാണ്. മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഈ രണ്ട് ക്ലാസ്സുകളെ 5 മിനിറ്റ് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വളരെ ഒബ്വിയസ് ആണ്. അപ്പോൾ ഈ സ്വയം നിയന്ത്രണം എന്നൊക്കെ ഒരുപക്ഷെ സമൂഹത്തിൽ ഒരു 0.5% ആൾക്കാർ ചെയ്തിരിക്കും. ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ നോട്ട് ഡു ഇറ്റ്. ഇത് വാസ്തവമാണ്. സോ the behavior of the community depends on what law exists എന്നുള്ളതാണ്. ഈ കുറ്റങ്ങൾ നടക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസണും കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ധാർമ്മികമായിട്ടുള്ള ഒരു കമ്പൾഷൻ കൊണ്ടല്ല ആൾക്കാർ കുറ്റം ചെയ്യാതിരിക്കുന്നത്. സെയിം തിങ്, കൈക്കൂലി വാങ്ങിക്കാതിരിക്കുന്നതിന്റെ മെയിൻ കമ്പൾഷൻ ചിലപ്പോൾ ഫിനോഫ്തലിൻ വരും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ അൺകൺവീനിയന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പൊ എന്റെ അഭിപ്രായം, ഒരു കാറിനകത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആൾക്ക് നിർബന്ധമില്ല എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസിങ് സിഗ്നൽ. അതിന് പ്രശ്നമില്ല. പക്ഷേ ഇന്ന കാര്യങ്ങൾക്ക് വേണമെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹം അതിനെ കേൾക്കുന്നത് ഇനി അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് എ വേ ദ ആം ആദ്മി വിൽ സീ ഇറ്റ്. ഇതാണ് അതിന്റെ വാസ്തവമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഡോക്ടർ പ്രേം കിരൺ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഡോക്ടർ സജീഷ്, I need to leave. Is it okay if I leave? Yeah. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. 5 minutes. Dr. Prem, please. Good evening, sir. I was just listening to the interesting talk. അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പകുതി വെച്ചാൽ കേട്ടു തുടങ്ങിയത്. ആക്ച്വലി ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ജോയിൻ ചെയ്യാനായിട്ട്. അപ്പം അത് ഞാൻ സാറിന്റെ റെക്കോർഡിങ്ങിൽ ഞാൻ ബാക്കി എടുത്തോളാം. സോ താങ്ക്സ്, യു ക്യാൻ കണ്ടിന്യൂ സർ. സന്തോഷം. എന്തെങ്കിലും ഇതിനകത്ത് നമ്മൾക്ക് എങ്ങനെ ഏതൊക്കെ ഏരിയകൾ ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ച്, മാസ്ക് വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് ഉള്ള രാജീവിന്റെ അഭിപ്രായം രാജീവ് വ്യക്തമായി കഴിഞ്ഞു. കാരണം അതിനകത്ത് വരാവുന്ന പ്രോബ്ലങ്ങൾ അങ്ങനെ വേണ്ട എന്ന് വെക്കുമ്പോൾ, പക്ഷെ എപ്പോഴും എപ്പോ വേണോ നിങ്ങളെ പിടിക്കപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയാണ്. അത് ഗവൺമെന്റ് നിയമപരമായി അതിനെ ഡൈല്യൂട്ട് ഡൈല്യൂട്ട് ചെയ്യാണോ വേണ്ടത്, നിയമപരമായി വേണ്ടെന്ന് വെക്കുകയാണോ വേണ്ടത് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും Dr. Sajish, I need to leave. It's been quite a long meeting actually. Okay. എന്റെ അഭിപ്രായം, സാറിന്റെ അഭിപ്രായത്തിൽ, രാജീവ് സാറിന്റെ അഭിപ്രായത്തിൽ ടോട്ടലി വിരുദ്ധമായ അഭിപ്രായമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത്, മാത്രമല്ല ഇത്ര ഇവോൾവ് ആയിട്ടുള്ള കേരളം പോലുള്ള സമൂഹത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ എപ്പോഴും മാസ്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണത്. എഡ്യൂക്കേറ്റഡ് ആയ സമൂഹമാണ്. വി ഷുഡ് സ്റ്റാർട്ട് ബിലീവിംഗ് ഇൻ പീപ്പിൾ. അത് ചിലപ്പോ ഫെയിൽ ചെയ്യുമായിരിക്കും, ബട്ട് ഫെയിലിയർ ഡസന്റ് മീൻ ദാറ്റ് വി ഷുഡ് നമ്മളത് ജനങ്ങളിലുള്ള വിശ്വാസത്തെ മാറ്റിക്കളയണം. അവര് ഈ കുറ്റവാളികളെ പോലെ കാണുന്നതുണ്ട്
അങ്ങനെ കുറ്റം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിട്ടാണ് വേർതിരിച്ചിട്ടാണ് കുറ്റം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് നമ്മൾ പറയുന്നതിനെ കുറിച്ച് പിന്നെയും ആൾക്കാർ ബോധ്യപ്പെടും. ബട്ട് അല്ലാത്ത സമയത്ത് നമ്മളത് വളരെ ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത്, ലേണഡായ സമൂഹത്തിനകത്ത് തീർച്ചയായിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടികൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഇന്നും നാളെയും കൂടെ ജീവിക്കാനുള്ള ലോകമല്ല, വർഷങ്ങളോളം നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കളും ഒക്കെ ജീവിക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം. Okay, Rajeev, any other quick comment? No, it's his opinion. I respect that. Okay. നമ്മള് ഒരു നേരത്തെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, വ്യക്തിപരമായിട്ടും പൊതുജനാരോഗ്യപരമായിട്ടും ആണ് ഇതിനെ നമ്മളൊരു പാൻഡമിക്കും പ്രത്യേകിച്ച് കോവിഡിനെ നമ്മൾ കാണേണ്ട രീതിയിലുള്ളത്. അത് ഒരു സമൂഹം എന്ന രീതിയിൽ കാണുന്നതിന് ഓരോ സ്റ്റേറ്റും ഓരോ അധികാരികളും ഒക്കെ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകമായ തീരുമാനങ്ങൾ അതാത് സാഹചര്യങ്ങൾ അനുസരിച്ച് എടുക്കേണ്ടതായി വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലെയുള്ള നമ്മളൊരു സയന്റിഫിക് സമൂഹങ്ങൾ അതിനൊക്കെ സമയാസമയങ്ങൾ കൃത്യമായ അതിനുള്ള ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ട് അതിനുള്ള അറിവുകളും എത്തിച്ചുകൊണ്ട് ഭരണ സമൂഹങ്ങളെ കൊണ്ട് തീരുമാനങ്ങൾ വേണ്ട രീതിയിൽ മാറ്റുക എന്നുള്ള ഒരു അതിന് അഭിപ്രായപ്പെട്ടാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നതും. അതിൽ സജീവമായി ഈ സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ, നേരത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ ഇത്ര ജനകീയമായി ചെയ്യുന്ന രാജീവ്, ദീപു ഫിലിപ്പ്, ഡോക്ടർ തോമസ് മാത്യു സാർ ഇപ്പോഴും മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അത് മ്യൂസിയം ആർട്ട് സയൻസ് ഇത് തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കാരണം മാസ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഇതിനകത്ത് കുറേ ഗ്രേ ഏരിയാസ് ഉണ്ട്. കാരണം ഇതെവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള അതിലെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട പൊതുസമൂഹവും ഭരണകൂടങ്ങളും ചേർന്നുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ നമുക്ക് എങ്ങനെ രീതിയിൽ അതിനെ മയപ്പെടുത്തി മൃദുപ്പെടുത്തി ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം. അത്തരത്തിൽ തന്നെ ഒരു നിർദ്ദേശങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. വ്യക്തിപരമായ രീതിയിൽ നമ്മൾ സമയാസമയമായ ആർജിത പ്രതിരോധ ശേഷികൾ നമ്മൾ നിലനിർത്തുക. അതിന് സമയാസമയങ്ങളിൽ നമ്മുടെ സയന്റിഫിക് സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ ക്രമങ്ങളും നിർത്തുക. അവസാനമായി നമ്മുടെ മെമ്മറി T സെൽസിനെ വിശ്വസിക്കുക. കാര്യം അത് നിങ്ങളെ വളരെ ഗുരുതരമായ രീതിയിൽ നിന്ന് രക്ഷപ്പെടുത്തും. തീർച്ചയായിട്ടും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ക്വിക്ക് ആയിട്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സിന് ഡോക്ടർ അജിത്തിനെ ഞാൻ ക്ഷണിക്കും. അജിത്. താങ്ക് യു സജീഷ്. ഈ ചർച്ച വളരെ അവസരോചിതമായിട്ടുള്ള ഒരു ചർച്ചയാണ്. നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാൻ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന സബ്ജക്റ്റാണ്. ഏതായാലും അത്തരമൊരു സോളിഡ് ആയിട്ടുള്ളൊരു കൺസെൻസസ് ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം ഈ ചർച്ച നിന്ന് മനസ്സിലാക്കാൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ രാജീവ് ജയദേവൻ, അതുപോലെ തന്നെ ഡോക്ടർ ദീപു ഫിലിപ്പ്, തോമസ് മാത്യു അദ്ദേഹം എത്താമെന്ന് പറഞ്ഞെങ്കിലും എത്തിച്ചേർന്നിട്ടില്ല, ഇത് മോഡറേറ്റ് ചെയ്ത ഡോക്ടർ സജീഷ്, അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവർ, ഈ ഫേസ്ബുക്കിൽ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.